الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കച്ചവടക്കാർ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ ഇതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കുറഞ്ഞ സമയത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഈ വിഷയത്തിന്റെ ആധാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് തന്നെയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിഇൽ 873 ഹദീസായി കൊടുത്തിട്ടുള്ള സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണിത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ. 4 കാര്യങ്ങൾ അത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടാലും അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, ഹിഫ്ളു അമാന, അമാനത്ത് പാലിക്കുക എന്നുള്ളതാണ്. വസിദ്ഖു ഹദീസിൻ, സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക എന്നതാണത്. വഹുസ്നു ഖലീഖത്തിൻ, സ്വഭാവം നന്നാക്കുക എന്നതാണ് മൂന്നാമത്തേത്. വഇഫ്ഫതു ഫീ തുഅമത്തിൻ, അവന്റെ റിസ്ഖിൽ അവൻ ചാരിത്രം കാത്തു സൂക്ഷിക്കുക, ഹറാമുകൾ കൂടിക്കലരാതെ സൂക്ഷിക്കുക. ഈ 4 ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നൽകുന്നത്. ഇത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എഴുത്തുകൾ എഴുതിയത് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്കറിയാം, ഈ 4 കാര്യങ്ങളും കച്ചവടം ചെയ്യുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ അവരവരുടേതായ മേഖലകളിൽ പാലിക്കേണ്ട 4 ഗുണങ്ങൾ തന്നെയാണ്. പ്രധാനമായും ഈ കാര്യം കച്ചവടക്കാരെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരുപാട് കച്ചവടക്കാർ എങ്ങനെ ലാഭം കൊയ്യാം, അതിനെന്തെല്ലാം അവസരങ്ങളും മേഖലകളുമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് മാത്രം അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ദീൻ എന്തു പറയുന്നു എന്നതൊന്നും തന്നെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ തന്നെ യുവാക്കൾക്ക് വരെ പെട്ടെന്ന് തന്നെ വലിയ കോടിപതിയാകണം എന്ന ചിന്തയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്, എങ്ങനെയൊക്കെ മാർഗങ്ങളൊക്കെ നമുക്ക് അവലംബിക്കാം എന്ന് മാത്രം ആലോചിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ 4 ഉപദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള കച്ചവടത്തിൽ തിരക്ക് പിടിച്ച ആളുകളോട് ചില സമയത്ത് നേർക്ക് നേരെ ചില വിഷയം പറയുന്ന സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സഹായകമാകുന്ന ചില കാര്യങ്ങൾ ആമുഖമായി പറയുകയാണ്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ഈ തിരക്ക് പിടിച്ച കച്ചവടത്തിന്റെ ഇടയിൽ, ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന കാര്യം ചിന്തിക്കണം. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് എന്തിനാണ്? ഈ ജീവിതം എന്തിന് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു എന്ന കാര്യം ചിന്തിക്കണം. പലരും ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നുള്ള ചോദ്യം ഒരിക്കലെങ്കിലും
സ്വന്തത്തോട് ചോദിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. അങ്ങനെ പോകുക, രാവിലെ ആകുക, വൈകുന്നേരം ആകുക. ഇതിനിടയിൽ രാവും പകലും ഇങ്ങനെ മാറി മാറി മറിഞ്ഞു വരുമ്പോൾ, കലണ്ടറുകളിൽ വർഷങ്ങൾ ഇങ്ങനെ കൂടി ഇങ്ങനെ വരുമ്പോൾ, എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പലരും ചിന്തിക്കുന്നില്ല. ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടോ? ഈ ജീവിതത്തിൽ ഇങ്ങനെ വെറുതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതിയോ? ഇത് ചിന്തിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ ജീവിതം എന്ന് പറയുന്നത് എല്ലാം നശ്വരമായതാണ്, തീർന്നു പോകാനുള്ളതാണ്. ഞാൻ പറയുന്നത് ഒരു കച്ചവടക്കാരനോട് പറയുമ്പോൾ നിന്റെ കച്ചവടം, നിന്റെ സമ്പത്ത് എന്നൊന്നുമല്ല. ഈ ദുനിയാവിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും നശിക്കാനുള്ളതാണ്. ഒന്നും അവിടെ ബാക്കിയുണ്ടാവുകയില്ല. ഒരു കെട്ടിടങ്ങളും ബാക്കിയുണ്ടാവുകയില്ല, ഒരു പൂന്തോട്ടങ്ങളും ബാക്കിയുണ്ടാവുകയില്ല, ആകാശമോ ഭൂമിയോ ഒന്നും തന്നെ ബാക്കിയില്ലാത്ത വിധം നാം കാണുന്ന ദുനിയാവ് മുഴുവനും അതില്ലാതായി തീരുന്നതാണ്. ഇതിനൊരു അന്ത്യമുണ്ട്. ഇതെന്നേക്കുമുള്ള കാര്യമല്ല എന്ന കാര്യം ഒന്നാമതായി സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുപോലെ ഓരോരുത്തരും ഈ ദുനിയാവിലേക്ക് പടക്കപ്പെടുമ്പോൾ, പ്രസവിച്ചു വീഴുമ്പോൾ ഒന്നുമില്ലാതെയാണ് അവർ വരുന്നത്. കയ്യിലൊന്നുമില്ല. ഇനി ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു പോകുമ്പോഴും ഒന്നും എടുക്കാതെയാണ് തിരിച്ചു പോകുന്നത്. ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അത് ശേഖരിച്ചു വെക്കുക എന്നതിന് വേണ്ടിയിട്ടേ അല്ല. ഒന്നും എടുക്കാതെ വരുന്നു, ഒന്നും എടുക്കാതെ പോവുകയും ചെയ്യുന്നു. പിന്നെ ഇതിനിടയിലുള്ള ഏതാനും വർഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മനുഷ്യൻ മുഴുവനും കഷ്ടപ്പെടുന്നത് എന്നത് മറന്നുപോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അള്ളാഹു നമ്മെ പടച്ചതിന്റെ ഉദ്ദേശം സമ്പത്തുണ്ടാക്കലല്ല, കച്ചവടക്കാരനായി വലിയ അറിയപ്പെടലല്ല, വലിയ വലിയ കാറുകൾ വാങ്ങിക്കലല്ല. ഇതല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ്. ഈ പറയുന്ന കാര്യത്തിലൊക്കെ നമുക്കൊരു നസീബ് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യം തന്നെയാണ്. ഇതൊന്നും പാടെ ഉപേക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൽപ്പിച്ചിട്ടില്ല, ദുനിയാവിനെ വിലക്കിയിട്ടുമില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം മറന്നുപോയാൽ അവൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വരും. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലിരുത്തേണ്ട കാര്യം എന്നുള്ളത്, നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ വലിയ കച്ചവടക്കാരനായി ബാങ്ക് ബാലൻസ് കൂട്ടി അതിനുശേഷം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതൊക്കെ എപ്പോഴാണ്, നീ എത്ര കാലമാണ് ഇത് ആസ്വദിക്കാൻ പോകുന്നത്? നീ ഇത്ര കഷ്ടപ്പെട്ട് നിന്റെ ഒരുപാട് ബുദ്ധിയും സമയമൊക്കെ ഉപയോഗിച്ച് ഹലാലും ഹറാമും നോക്കാതെ വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്ന ഒരുപാട് സമ്പത്തുണ്ടല്ലോ, ഇത് എപ്പോഴാണ് നീ ആസ്വദിക്കുന്നത്? ഇനി നിനക്ക് എത്ര കാലം ഇത് ആസ്വദിക്കാൻ സാധിക്കും? ഈ ആസ്വാദനം നിനക്ക് നീണ്ടു നിൽക്കണം, എന്നൊന്നും കിട്ടണം എന്നൊരാഗ്രഹം ഇല്ലേ? അതല്ല, ഇത് കുറച്ചു കാലത്തേക്ക് മതി എന്നാണോ? എങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളൊന്നും പഠിക്കേണ്ടതില്ല. അവനെങ്ങനെ കുറച്ചു കാലത്ത് മാത്രം ഇങ്ങനെ മതി എന്നതാണ് ഒരാൾ ചിന്തിക്കുന്നത് എങ്കിൽ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതല്ല ഈ അനുഗ്രഹങ്ങൾ, അല്ല അതിനേക്കാൾ നമുക്ക് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സുപോലും അവന് കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സ്വർഗം അപ്പുറത്തുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ദുനിയാവ് എന്ന കാര്യം അവൻ ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മെ പടച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവൻ പറയുന്ന കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ഉള്ള വർഷങ്ങൾ ജീവിച്ചു പോകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഒക്കെ ദൗത്യം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദുനിയാവല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ചുറ്റുമുള്ള ഈ കാര്യങ്ങൾ അത് നമ്മുടെ ആഖിറത്ത് നന്നാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ടാകും ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച മുഴുവൻ കാര്യങ്ങളും എല്ലാം നമുക്ക് ആസ്വദിക്കാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകരിക്കുന്നതുമാണ് എന്ന് ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചുറ്റും പടച്ച മുഴുവൻ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാനല്ല, ഈ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വേണ്ടി പടച്ചതല്ല, മറിച്ച് ഇത് പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി മാത്രം പടച്ചതാണ്. അതുകൊണ്ട് ദുനിയാവ് ഇങ്ങനെ നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിൽ വഞ്ചിതരായി പോകാൻ പാടില്ല. ഇതൊക്കെ എനിക്ക് അനുവദനീയമാണ്, ഇതൊക്കെ അള്ളാഹു ഇവിടെ പടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് അനുവദനീയമാണ്, ഇതൊക്കെ എനിക്ക് ആസ്വദിക്കാവുന്നതാണ് എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. അള്ളാഹു തആല പറഞ്ഞതുപോലെ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഇത് പടച്ചത് ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമല് ചെയ്ത് അവൻ ആഖിറത്തിന്റെ മാർഗത്തിലേക്ക് തിരഞ്ഞെടുക്കുക എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കാത്ത ആളുകളാണ് ദുനിയാവിൽ കാണുന്ന എല്ലാത്തിൻ്റെയും പിന്നിലേക്ക് പോകുന്നത്, എല്ലാ മേഖലകളിലേക്കും പോകുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, പലരുടെയും ചിന്താമണ്ഡലത്തിൽ അവരറിയാതെ കയറിക്കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് ദീൻ എന്ന് പറഞ്ഞാൽ
ദീൻ എന്ന് പറഞ്ഞാൽ അത് മസ്ജിദിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഒരു നിക്കാഹ് കർമ്മത്തിന്റെ വേളയിൽ, അല്ലെങ്കിൽ മരണ വീട്ടിൽ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കാണ് ദീനിന് ഒരു റോളുള്ളൂ. അതല്ലാത്ത മറ്റു മേഖലകളിൽ, അങ്ങാടിയിലേക്കോ നമ്മുടെ കച്ചവടത്തിലേക്കോ അല്ലെങ്കിൽ ആ രൂപത്തിൽ മറ്റു മേഖലകളിൽ ഒന്നും ദീനിന് അങ്ങനെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കൽപ്പനകളോ വിലക്കുകളോ ഒന്നുമില്ല എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില സമയങ്ങളിലും ചില സ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ് ദീൻ എന്ന് പലരും വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഒരിക്കൽ പോലും ഇത് ദീനിൽ ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് പോലും ചോദിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത ഒരുപാട് ആളുകളാണ്. കാരണം അവർ ചിന്തിക്കുന്നത് ദീൻ, നമ്മൾ പള്ളി പോകുന്നുണ്ടല്ലോ, നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പള്ളിക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, റമദാനാകുമ്പോൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഒരു ഹജ്ജിന് പോകുന്നുണ്ടല്ലോ, അടക്കം ഞാൻ ദീൻ എൻ്റെ പെർഫെക്റ്റ് ആണ്, ദീനിന്റെ കാര്യം ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നാണ് ധരിക്കുന്നത്. എന്നാൽ ഇതേ ദീൻ നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല, നിന്നോട് നോമ്പനുഷ്ഠിക്കാനും നിന്നോട് സാധുക്കളെ സഹായിക്കാനും പറഞ്ഞ റബ്ബ് നിന്റെ കച്ചവടത്തിന്റെ വിഷയത്തിലും ചില കൽപ്പനകളും ചില വിലക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയോ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം നടിക്കാതെ ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിച്ചു പോകുകയാണ്. അപ്പം അവരോട് അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ അതിനൊന്നൊരു അവസരം ഇല്ലാതായി പോകുന്നത്. അങ്ങനെയാണ്. കാരണം അങ്ങനെ അത് ചിന്തിക്കണം എന്ന് തന്നെ അവർക്കറിയില്ല. കാരണം ദീനിന് അവിടെ ഒന്നൊരു സ്ഥാനം, നമ്മൾ അങ്ങാടിയിൽ എന്താണ്, മാർക്കറ്റിൽ എന്താണ്, ദീനിന്റെ വിഷയത്തിൽ എന്താണ് ഇവിടെ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫല അലൈക മാ ഫാതക മിനദ് ദുനിയ. 4 കാര്യങ്ങൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ദുനിയാവ് എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല, അത് നിന്നെ ബാധിക്കുന്നതല്ല, നീ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. 4 കാര്യം. ഒന്ന്, അമാനത്താൻ, അമാനത്ത് പാലിക്കുക, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അത് പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സൽസ്വഭാവിയാവുക എന്നുള്ളതാണ്. നാലാമത്തത് നീ ഉപജീവനം, അത് സമ്പാദ്യമുണ്ടാക്കുന്ന വേളയിൽ അതിൽ ചാരിത്രം നീ കാത്തു സൂക്ഷിക്കുക, അതിൽ വിശുദ്ധി, സാമ്പത്തിക വിശുദ്ധി നീ കാത്തു സൂക്ഷിക്കുക എന്ന 4 കാര്യമാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫല അലൈക മാ ഫാതക മിനദ് ദുനിയ. ദുനിയാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ പ്രശ്നമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അതങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ പലരും ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം അങ്ങനെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണം ഉണ്ടാകും. ഒരു ഭാഗത്ത് വലിയ ലാഭം ഒരു പരീക്ഷണമാക്കി അവിടെ വെക്കും. നിനക്ക് കച്ചവടത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ലാഭം ഒരു ഭാഗത്ത് അവിടെ ഉണ്ടാകും. ഇപ്പുറത്ത് നീ കളവ് പറയുകയാണെങ്കിൽ അത് നിനക്ക് നേടിയെടുക്കാം, നീ സത്യസന്ധത കാണിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. പരീക്ഷണമാണ്. ചെറിയ ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ ചിലർ അത് ആ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കും. പക്ഷെ വലിയൊരു ലാഭം അങ്ങ് വന്നു കഴിഞ്ഞാൽ, ലക്ഷങ്ങളല്ല ചിലപ്പോൾ കോടികൾ തന്നെ മറിയുന്ന ഒരു കാര്യമാണ് എങ്കിൽ അവിടെ നമുക്ക് അല്പം സത്യസന്ധത ഒന്ന് മാറ്റിവെച്ചേക്കാം, ചില വെട്ടിപ്പുകൾ നടത്തിയേക്കാം, ചില വഞ്ചനകളൊക്കെ നടത്തിയേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് പാലിക്കുന്ന സമയത്ത് ദുനിയാവ് നഷ്ടമാകുമെന്നാണ് ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. നിനക്ക് ദുനിയാവിൽ ഒന്നും തന്നെ നഷ്ടപ്പെടുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഹറാമ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിനക്ക് ലഭിക്കുകയില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന വിരളം കച്ചവടക്കാരുമുണ്ട്. അവരുടെ ചരിത്രവും നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. എന്നാൽ അത് ചിന്തിക്കാതെ ചില ഘട്ടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ട് വലിയ ഘട്ടങ്ങൾ വരുമ്പോഴേക്കും, വലിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും അതിൽ വീണു പോകുന്ന ആളുകളെ കാണാം. അല്ലാഹു തആല ഇതിലൂടെ നിന്നെ പരീക്ഷിക്കുന്നത്, നീ നീ ദുനിയാവാണോ തിരഞ്ഞെടുക്കുന്നത്, അതല്ല എന്നെന്നും ബാക്കിയാകുന്ന ആഖിറത്താണോ നീ തിരഞ്ഞെടുക്കുക എന്ന പരീക്ഷണമാണ്. അത് മനസ്സിലാവാതായി പോകുകയാണ് ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ എന്തോ നടക്കുന്ന ഒരു കാര്യം പോലെ ചിന്തിക്കുകയാണ്. അല്ലാഹു തആല നിന്നെ പരീക്ഷിച്ചതാണത്. നീ കച്ചവടക്കാരനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നിനക്ക് സമ്പാദ്യം വേണം എന്നുള്ളത് അല്ലാഹു തആലക്ക് അറിയാം. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. നിന്റെ കച്ചവടത്തിന്റെ മേഖലയിൽ ഇതാ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. ഇത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് നിനക്കറിയാം. പക്ഷേ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേണ്ട ലാഭം ലഭിക്കാതെ വരും, വലിയ നഷ്ടം ചിലപ്പോൾ ഉണ്ടായേക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ അതിന്റെ അർത്ഥം സഹോദരങ്ങളെ മനസ്സിലാക്കുക, ദുനിയാവ് നഷ്ടപ്പെടും എന്നുള്ളതല്ല. എപ്പോഴും അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് പാടെ നഷ്ടപ്പെടും എന്നൊരിക്കലും മനസ്സിലാക്കരുത്. ദീൻ
മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അത് കച്ചവടത്തിന്റെ മേഖലയിലാകട്ടെ സത്യസന്ധത പുലർത്തുന്നവർക്ക്, വഞ്ചിക്കാതെ സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, കൃത്യം സത്യം മാത്രമേ ഞാൻ പറയൂ എന്ന് തീരുമാനിക്കുന്നവർക്ക്, ഹറാമായ ഒരു ചില്ലിക്കാശ് പോലും എൻ്റെ പെട്ടിയിലേക്ക് വീഴില്ല എന്ന് ഉറച്ച നിശ്ചയദാർഢ്യമുള്ള ആളുകൾക്ക് ദുനിയാവ് പാടെ നഷ്ടപ്പെട്ടു പോകുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷെ ആ പരീക്ഷണം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് നീ ചിന്തിക്കണം. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നീ അള്ളാഹുവിന് വേണ്ടി ഹറാമായ ഒരു കാര്യം നീ മാറി നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാളും ഖൈറുള്ളത് നിനക്ക് നൽകും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. അത് ദീൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മേഖലയിലും വിജയിക്കുകയില്ല, അതല്ലെങ്കിൽ വലിയ ഒരു പണക്കാരനോ വലിയ സാമ്പത്തിക കഴിവുള്ള ഒരാളാവാനോ കഴിയുകയില്ല എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. മാതൃകകളാണ് നമ്മുടെ സഹാബികൾ. സഹാബികളിൽ എത്രയോ ആളുകൾ മില്യൺ കണക്കിന് സമ്പത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാര്യം ഒഴിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാളും നിനക്ക് ഖൈറും ബറക്കത്തുമുള്ള കാര്യങ്ങൾ നൽകും. സമ്പത്ത് എന്ന് പറയുന്നത് അത് ബറക്കത്ത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉപയോഗമുള്ളൂ. ധാരാളം സമ്പത്ത് കയ്യിലുണ്ടായി എന്നുള്ളത് കൊണ്ട് അതിൽ ഉപയോഗമില്ല എന്നുള്ളത് അനുഭവത്തിൽ തിരിച്ചറിഞ്ഞ എത്രയോ ആളുകൾ ഉണ്ടാകും. നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ലക്ഷങ്ങൾ നമ്മൾ കയ്യിലുണ്ടായാലും കോടികൾ ചെലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കടക്കാരനാണ്, യാതൊരു സംശയമില്ലല്ലോ. ലക്ഷങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ചെലവായിട്ട് കോടികളാണെങ്കിൽ നഷ്ടം നമുക്ക് പിന്നെയും ഉണ്ടാവുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകിയാൽ അള്ളാഹു നിനക്കുണ്ടാകുന്ന ചെലവുകൾ ഇല്ലാതാക്കി തരും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കിതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകും. അപ്പോൾ അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യം, അള്ളാഹുവാണ് ബറക്കത്ത് നൽകേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതിനപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഞാൻ കളവ് പറയാതിരുന്നാൽ, അള്ളാഹുവിന് വേണ്ടി വഞ്ചന നടത്താതിരുന്നാൽ, അള്ളാഹുവിന് വേണ്ടി ഹറാമ് തിന്നുന്നത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ആഖിറത്തിൽ സ്വർഗവുമുണ്ട്. കാരണം ചിലർക്കെങ്കിലും അവർക്ക് മരിക്കുന്നത് വരെ ഈ സൂക്ഷിക്കുന്നത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ചിലപ്പോൾ ചിലരെങ്കിലുമൊക്കെ പരീക്ഷിക്കും, അവന് വേറൊന്നും നൽകാതെ. റബ്ബ് സുബ്ഹാനഹു വ തആല ചിലർക്ക് ദാരിദ്ര്യം നൽകുന്നത് അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അവന് നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുന്നതിന് വേണ്ടി അള്ളാഹു തആല നിശ്ചയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ 4 കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയുന്നതും കേട്ടതും ഒക്കെ ആയ കാര്യങ്ങളാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം എന്നെയും നിങ്ങളെയും പിന്നീട് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഉത്ബോധിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക, കാരണം ഹൃദയത്തിൽ ഈമാനുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുമെന്നാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്, ആഖിറമുണ്ട്, ചോദ്യമുണ്ട് എന്നൊക്കെ മനസ്സിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപദേശങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ ഉപകരിക്കുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അമാനത്ത് പാലിക്കുക എന്നുള്ളതാണല്ലോ പറഞ്ഞത്, ഹിഫ്ളു അമാന. അള്ളാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിൽ അതുപോലെ മറ്റ് പല സൂറത്തിലും മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയുന്ന സമയത്ത് ആദ്യം പറഞ്ഞൊരു കാര്യത്തിൽപ്പെട്ടതാണ് വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. മുഅ്മിനീങ്ങൾ അവരുടെ അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ, അതുപോലെ കരാറുകൾ ഇതെല്ലാം പാലിക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ അടയാളമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. വിശ്വാസം, സത്യസന്ധത പുലർത്തുക, അതുപോലെ അവൻ കരാറ് പാലിക്കുക, വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ അതെല്ലാം പാലിക്കുക എന്നുള്ളത് അല്ലാഹു തആല ഈമാനിന്റെ ലക്ഷണമായിട്ട്, മുഅ്മിനീങ്ങളുടെ ലക്ഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിശ്വസ്തത, സത്യസന്ധത, അതുപോലെ അമാനത്ത്, അത് സഹോദരങ്ങളെ നമ്മളെല്ലാ ഇടപാടിലും അത് കാണിക്കേണ്ടതുണ്ട്. അതിനെതിരായ കാര്യമാണ് വഞ്ചന കാണിക്കുക എന്നുള്ളത്. വഞ്ചിക്കുക എന്നുള്ളത് ആരെയും പാടില്ല. കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണ് വഞ്ചന എന്നുള്ളത്. ആ വഞ്ചന പലപ്പോഴും കൂട്ടുകച്ചവടമാണെങ്കിൽ ഒരാൾ മറ്റാളുകളെ വഞ്ചിക്കുന്നു. ഇതെന്നും നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതുപോലെ ജനങ്ങളെ വഞ്ചിക്കുന്നു. കച്ചവടക്കാർ അവർക്ക് വരുന്ന, അവരോട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്നു. ഇങ്ങനെ ഈ വഞ്ചനകളൊക്കെ നടത്തി ചെറിയ ചെറിയ ലാഭമുണ്ടാക്കാം എന്നാണ് സഹോദരങ്ങളെ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. മുസ്ലിമീങ്ങളായ ആളുകൾ 2-3 ആളുകൾ കച്ചവടം തുടങ്ങുന്നു, പിന്നീട് പെട്ടെന്ന് അതിൻ്റെ യാതൊരു വിവരവുമില്ല.
ഒരാൾ മറ്റൊരാളെ പറ്റിച്ചു, അയാൾ കടന്നു കളഞ്ഞു, അല്ലെങ്കിൽ അവനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള വഞ്ചനകൾ നടത്തിയിട്ട് അതങ്ങനെ പൊളിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകിക്കളയുന്നു. ഇതൊക്കെ സഹോദരങ്ങൾ ഒരുപാട് പതിവായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഒരുപാട് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അദ്ദിൽ അമാന ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആളുകളുടെ കാര്യം എന്താകട്ടെ, സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, അത് നീ നിറവേറ്റുക, അമാനത്ത് നീ പാലിക്കുക. വലാ തഖുൻ മൻ ഖാനക. ചിലപ്പോഴെങ്കിലും നിന്നെ ഇങ്ങോട്ട് വഞ്ചിക്കുന്ന ആളുകളുണ്ടാവും, നിന്നോട് അമാനത്ത് തെറ്റിച്ച ആളുകളുണ്ടാവും. അപ്പോഴും അങ്ങോട്ട് നിനക്കത് ചെയ്യാനുള്ള അധികാരമില്ല. മറിച്ച് വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏത് മേഖലയിലാകട്ടെ, വിശ്വസിച്ചേൽപ്പിച്ച സമ്പത്താകട്ടെ, ഒരാൾ കച്ചവടത്തിന് വേണ്ടി ലക്ഷങ്ങൾ കയ്യിലേക്ക് തരികയാണ്. തന്ന വ്യക്തി ചിലപ്പോൾ ഒരു സാധുവായിരിക്കും, അയാൾക്ക് പണം മാത്രമേ ഉള്ളൂ, അയാൾക്ക് എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് അറിയില്ല. നീ നന്നായി ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച് നിന്റെ കയ്യിലേക്ക് വെച്ചു തരുന്നത്. അയാൾ പിന്നീട് അയാളുടെ ശുഗലിലാണ്. വർഷങ്ങൾ കഴിയുന്ന സമയത്ത് എല്ലാം തുലച്ചു കളഞ്ഞുകൊണ്ട് മറ്റവനെ വഞ്ചിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സഹോദരങ്ങളെ ചുറ്റുമുണ്ട്. ഒരിക്കലും അത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമല്ല, മറിച്ച് വഞ്ചന എന്ന് പറയുന്നത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. മുനാഫിക്കുകളുടെയും കുഫാറുകളുടെയും അറിയപ്പെട്ട സ്വഭാവമാണ് വഞ്ചന എന്നുള്ളത്. യഹൂദികളുടെ സ്വഭാവമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ കാര്യമാണത്. മുനാഫിക്കുകളുടെ സ്വഭാവമായിട്ട് പരിചയപ്പെടുത്തിയ കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ എന്തോ കാര്യം ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണ സാധനങ്ങൾ എന്തോ ആണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ആ വിൽപ്പന വസ്തുവിന്റെ ഉള്ളിലേക്ക്, ഗോതമ്പോ എന്തോ ആണ്, ഉള്ളിലേക്ക് കൈയിട്ട് നോക്കുകയുണ്ടായി. ഉള്ളിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ ഉള്ളിൽ ഇങ്ങനെ നനവ് അനുഭവപ്പെടുകയാണ്. അതായത് അല്പം മോശമായിട്ടുണ്ട്. അയാൾ ചോദിച്ചു, എന്താണ് ഇത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, മഴ കൊണ്ടിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചോദിച്ചു, അഫലാ ജഅൽതഹു ഫൗഖ അത്അം കൈ യറാഹു الناس. നിനക്കത് മുകളിൽ തന്നെ വെച്ചൂടെ? ജനങ്ങളത് കാണേണ്ട കാര്യമല്ലേ? ഇതിനെ ഇങ്ങനെ കേടുണ്ട്, ഇതിങ്ങനെ മഴ കൊണ്ട് മോശമായതാണ് എന്നുള്ളത് ജനങ്ങൾ അറിയേണ്ടതല്ലേ? നിനക്കത് മുകളിൽ തന്നെ വെച്ചൂടെ? മൻ ഗശ്ശ ഫലൈസ മിന്നി. ആരാണോ വഞ്ചന കാണിക്കുന്നത് അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വൻ പാപങ്ങളാണ് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. ഏതെങ്കിലും ഒരു വിഷയം ഇന്നത് ചെയ്താൽ നീ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടുത്ത ശിക്ഷയുള്ള വൻ പാപങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. ഇതെത്രയോ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന എത്രയോ കച്ചവടക്കാർ, അവർ ഫ്രൂട്ട്സ് വിൽക്കുന്നവരായിരിക്കും, പച്ചക്കറികൾ വിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ പല കാര്യങ്ങൾ വിൽക്കുന്നവരായിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ഒരു ദിവസം നടന്നില്ല, ഇന്ന് കച്ചവടം കുറവാണ്. അപ്പം നാളെ വിൽക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കേടുവന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഇന്നലത്തെ നഷ്ടം ഇന്ന് മറ്റാരെങ്കിലും ഒക്കെ വഞ്ചിച്ചിട്ട് അവൻ നികത്താൻ നോക്കുകയാണ്. ഇന്നലകളിൽ ഉണ്ടായ നഷ്ടം ആരെങ്കിലുമൊക്കെ വഞ്ചിച്ചിട്ട് അത് നികത്താനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇങ്ങനെ നികത്തുന്ന ഈ സമ്പത്ത്, ഇങ്ങനെ നികത്തുന്ന ഈ നഷ്ടം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി ദുനിയാവിൽ തന്നെ അവൻ ഒരുപാട് ബറക്കത്തില്ലായ്മ, സമ്പത്തിലുള്ള ബറക്കത്തില്ലായ്മ അല്ലാഹു തആല നൽകും. ബറക്കത്തിനെ അല്ലാഹു എടുത്തു കളയുന്ന കാര്യമാണ്. ബറക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാര്യമാണ്. അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആഖിറത്തിൽ അല്ലാഹു തആല അവനൊരു വഞ്ചകനായിട്ടാണ് അവന് പേര് രേഖപ്പെടുത്തുക. അപ്പം അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. നിസ്സാരമായ കാര്യമായിരിക്കും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലത്തെ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞിട്ടാണ്. അല്ലാതെ കോടി പറ്റിച്ച ഒരാളോടല്ല പറഞ്ഞത്, ലക്ഷങ്ങൾ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റിച്ച ഒരാളോടല്ല പറഞ്ഞത്. ഒരു ഭക്ഷണ സാധനം ഇതുപോലെ പറ്റിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, മൻ ഗശ്ശ ഫലൈസ മിന്നി. ആരാണോ വഞ്ചന കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ബുദ്ധിപരമായി ചിന്തിച്ചാൽ അത് വിൽക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇനി ചിലർക്കെങ്കിലും അത് അറിയാത്തത് കൊണ്ടാണ് എങ്കിൽ അവന്റെ കയ്യിലുള്ള വസ്തുക്കളെ അവൻ നല്ലതും ചീത്തതുമായി മാറ്റിവെക്കുക. ആളുകളോട് പറയുക, ഇത് ചെറിയ വാട്ടമുള്ളതാണ്, ഇത് ചെറിയ കുഴപ്പമുള്ള കാര്യമാണ്, ഇതിന് ഇത്ര രൂപ തന്നാൽ മതി, കിലോന് 50 രൂപയാണ്, ഇതിന് 20 രൂപ തന്നാൽ മതി, ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. സത്യസന്ധനാണ് അവൻ, പറ്റിച്ചിട്ടില്ല. അവന് കാശ് കൊടുത്തിട്ട് 1 കിലോ പറഞ്ഞപ്പോൾ 1 കിലോ അവൻ നല്ലത് തന്നെയാണ് തന്നത്, പിന്നീട് ഇന്നത് അത് മാറ്റിവെച്ചിട്ടുണ്ട് അല്ലെ? ആളുകൾ ചെയ്യുന്ന എത്രയോ നമുക്ക് പലർക്കും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും അത്. മുകളിൽ നല്ല നല്ല കാര്യങ്ങൾ നിരത്തി വെക്കും. ആ എടുക്കുന്ന ആ ഒരു സ്പീഡിലൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പുഴു വന്നതും അതുപോലെ കേട് വന്നതുമൊക്കെ
അതിൽ ഉൾപ്പെടുത്തുന്നു, നിസ്സാരമായ കാര്യമാണ് എന്നാണ് പലരും ധരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നീ ഉണ്ടാക്കുന്ന സമ്പാദ്യം അത് ഹറാമായ സമ്പാദ്യമായിട്ടാണ് രേഖപ്പെടുത്തുക. ഗൗരവമുള്ള കാര്യമാണത്. ആദ്യം നീയും പിന്നെ കുടുംബത്തെയും ഹറാമ് തീറ്റിക്കുന്ന ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അതിന്റെ മാർഗം ചിലപ്പോൾ അല്ലാഹു തആല ചിലപ്പോൾ അതൊരു നഷ്ടമാക്കി തന്നെ നിനക്ക് മാറ്റുന്ന അവസ്ഥ ഉണ്ടാകും. കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടമുണ്ടാകാനേ പാടില്ല. ഒരു മാസത്തിൽ നഷ്ടമുണ്ടാകാൻ പാടില്ല, ഒരാഴ്ചയിൽ നഷ്ടമുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. മറിച്ച് സത്യസന്ധത പുലർത്തിയതിന്റെ പേരിലാണ് നിനക്ക് നഷ്ടമുണ്ടായത് എങ്കിൽ നീ മനസ്സിലാക്കണം, ഒന്നാമത് അള്ളാഹുവിന്റെ അടുക്കൽ നീ പ്രതിഫലാർഹനാണ്. മറ്റുള്ളവരെ പോലെ അല്ല നീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കിയത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നീ ആ ലാഭം നീ ഒഴിവാക്കിയത്. അള്ളാഹിനെ ഉദ്ദേശിച്ചിട്ടാണ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ്. നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടതാണ് എന്ന പേടിയോടെയാണ് നീ വഞ്ചിക്കാതിരുന്നത്. നിനക്ക് വേണമെങ്കിൽ വഞ്ചിക്കാമായിരുന്നു. വഞ്ചിക്കപ്പെടാൻ മാത്രം വലിയ വിവരമൊന്നുമില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നിന്റെ മുന്നിൽ വന്നിരുന്നു. പക്ഷെ നീ അത് ചെയ്തിട്ടില്ല. മറിച്ച് വ്യക്തമായി നല്ലത് വേറെ ചീത്തത് വേറെയാക്കി കൃത്യമായിട്ടാണ് നീ അത് വിറ്റ് പോയത്. അല്ലാഹു തആല അതിൽ വലിയ ബറക്കത്ത് നൽകുന്ന, പ്രതിഫലം നൽകുന്ന കാര്യം. ഇത് ഞാൻ നിസ്സാരമായൊരു കാര്യം പറഞ്ഞതാണ്. ചിലപ്പോൾ ഇതിൽ 100, 200, 500 ഒക്കെ മാത്രം അറിയുന്ന കാര്യമായിരിക്കും. എന്നാൽ ലക്ഷങ്ങൾ ഇതേപോലെ വഞ്ചിക്കുന്ന ആളുകളുണ്ട്, കോടികൾ ഇതേപോലെ വഞ്ചിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ന്യൂനതകൾ പറയാതെ, അതിനുള്ള പ്രശ്നങ്ങൾ പറയാതെ, എങ്ങനെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നിസ്കാരവും മറ്റുമൊക്കെ ഉള്ള പലരും അവനവന്റെ കയ്യിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ രൂപത്തിൽ ശ്രദ്ധിക്കാതെ പോകും. അപ്പൊ അവന്റെ കയ്യിൽ ഒരു വലിയ ഒരു കാറുണ്ട് എന്ന് വിചാരിക്കുക. കാറിന് ഒരുപാട് പ്രശ്നങ്ങളും പണികളൊക്കെ ഉള്ളൊരു കാറാണ്. ആ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ ഇത്ര ഒരു 2 ലക്ഷം രൂപയെ തരുള്ളൂ. പക്ഷേ ആളെ വഞ്ചിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിൽ അത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി, ഒരു കുഴപ്പമില്ല, നല്ല കണ്ടീഷനാണ്, വേണമെങ്കിൽ ഓടിച്ചു. കാരണം ആ തട്ടിക്കൂട്ട് നടത്തിയാൽ ചിലപ്പോൾ 1-2 മാസമൊക്കെ അതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു 1-2 ആഴ്ച ഒന്നും കുഴപ്പമില്ലാതെ ഓടും. പിന്നീട് അതാ ഒരു മാസം കഴിയുമ്പോഴേക്ക് വർക്ക് ഷാപ്പുകാരൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അയാൾ പറയാണ്, ഇതിന് എന്നാൽ ഈ രൂപത്തിൽ ആക്സിഡന്റ് ഒക്കെ നടന്ന വണ്ടിയാണ്, ഈ രൂപത്തിൽ വലിയ എഞ്ചിൻ പണിയൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്ന വണ്ടിയാണ്, ആ രൂപത്തിൽ എങ്ങനെയെങ്കിലൊക്കെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്ന് വിചാരിച്ച് ബ്രോക്കർമാരെ ഏൽപ്പിക്കുന്ന ആളുകൾ അവനവന്റെ കൈ സേഫാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം അത്ര വലിയ ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അത് പറയുക തന്നെ വേണം. അതല്ലെങ്കിൽ നീ അത് കൃത്യമായി കാശ് കൊടുത്ത് അത് പരിഹരിച്ചിട്ട് നിനക്ക് പറയാൻ സാധിക്കും അതിനൊരു കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കും. കാരണം നീ അത് പണം മുടക്കി അതിന്റെ പ്രശ്നം നികത്തിയിട്ടാണുള്ളത്, അതിനിപ്പം പ്രശ്നമില്ല നിനക്ക് പറയാൻ സാധിക്കും. പക്ഷേ പലരും ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയായിരിക്കും, പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കിട്ടുന്നതിൽ ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം ഒക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് മൂടി വെക്കുക, വഞ്ചിക്കുക എന്നതിന് ചെയ്യുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും നമ്മുടെ ഒരിടപാടിലും നമുക്കങ്ങനെ വഞ്ചന ചെയ്തുകൂടാ. ഉദാഹരണങ്ങൾ ധാരാളം പറയാനുണ്ടാകും. ഏത് മേഖലയിലായാലും വഞ്ചന ദീനുൽ ഇസ്ലാം അത് ശക്തമായി എതിർക്കുന്നു. മൻ ഗശ്ശ ഫലൈസ മിന്നി, ആരാണോ വഞ്ചന കാണിക്കുന്നത് നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. അത് ഇതര മതസ്ഥരോടാണെങ്കിൽ പോലും സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ ഇടപാടുകൾ അങ്ങനെയാണ്. മുസ്ലിമീങ്ങളോട് ഒരു നിലപാട്, കാഫിറുകളാകുമ്പോൾ ഇടപാടിൽ നമുക്ക് വേറൊരു നിലപാട്, അങ്ങനെയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കലേക്ക് വരുന്നത് ഒരു അവിശ്വാസിയാണെങ്കിൽ പോലും, അള്ളാഹുവിന് വെറുപ്പുള്ളവനാണെങ്കിൽ പോലും അവനോട് അവൻ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഇടപാടേ നടത്തുകയുള്ളൂ. അവനെ വഞ്ചിക്കുകയില്ല, അവനോട് കള്ളം പറഞ്ഞു വിൽക്കുകയില്ല. ഇതൊക്കെ പരസ്പരം മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ബാധ്യതയാണ് എന്നല്ല ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. അത് മുസ്ലിം അല്ലാത്തവനാകട്ടെ അവൻ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് അവനെ പറ്റിക്കാൻ പാടുണ്ടോ? ഇല്ല. അവനോടും സത്യസന്ധത തന്നെയാണ്. ഒരു വേള നിന്റെ സത്യസന്ധത, നീ കാണിച്ച ആ സത്യസന്ധതയും ആത്മാർത്ഥതയും അവൻ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാൻ വരെ കാരണമായി തീരും. മുൻകാലത്തൊക്കെ ചിലരുടെ കച്ചവടം കണ്ടു മാത്രം ആളുകൾ ദീനുൽ ഇസ്ലാമിൽ വന്നിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളായ നാം ഈ രൂപത്തിൽ കച്ചവടങ്ങളിലും മറ്റും വഞ്ചനയോ കളവുകളോ ഒക്കെ നടത്തുകയാണെങ്കിൽ അത് ദീനുൽ ഇസ്ലാമിനെ പോലും ആളുകൾ ആക്ഷേപിക്കാൻ, കുറ്റപ്പെടുത്താൻ കാരണമാകുന്ന കാര്യമായിരിക്കും. അവർ വഞ്ചിക്കുന്നവരാണ്. അവരുടെ അടുക്കൽ പോയി വഞ്ചിക്കപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അമുസ്ലിമാണ് നിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയത്, നീ അവനെ വഞ്ചിച്ചു, അല്ലെങ്കിൽ അവനോട് കളവ് പറഞ്ഞു വിറ്റു, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ എന്തായിരിക്കും അവൻ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ധാരണ ഉണ്ടാവുക? എന്നാൽ നീ സത്യസന്ധത കാണിച്ചാൽ അവനൊരു പക്ഷെ ദീനിനോടൊരു സ്നേഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നീ ചെയ്യുന്ന ഒരു ദഅവത്ത് കൂടിയാണ്, നിന്റെ അമല് കൊണ്ട് ചെയ്യുന്ന ഒരു ദീനുൽ ഇസ്ലാമിലേക്കുള്ള പ്രബോധനം കൂടിയാണ് എന്ന് നിനക്ക്
എന്ന കാര്യം മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, സിദ്ഖു ഹദീസിൻ, സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ വഞ്ചനയുടെ കാര്യം പറയുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നീ നിന്റെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് പോലെ. ഇപ്പൊ നിന്നെ ആരെങ്കിലും ഒക്കെ സാധനം വാങ്ങുമ്പോൾ ഇതിങ്ങനെ വഞ്ചിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? നീ ഒരു കാറ് വാങ്ങുന്ന സമയത്ത്, നീ ഒരു സ്ഥലം വാങ്ങുന്ന സമയത്ത് അത് വലിയ പ്രശ്നമുള്ള ഒരു സ്ഥലമായി തീരാൻ നീ ആഗ്രഹിക്കുമോ? വില കുറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ വഞ്ചിക്കപ്പെടണമെന്ന്, കുറഞ്ഞ വില കുറഞ്ഞാൽ മതി, പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. എല്ലാവരും വാങ്ങുന്ന സമയത്ത് അവനക്ക് നല്ലത് കിട്ടണം, നല്ല കാര്യം കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടണം. എങ്കിലേ നിങ്ങളുടെ ഈമാൻ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ പാടില്ല, അത് വ്യക്തമാക്കുക. അതിൽ ബറക്കത്തുണ്ടാകും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ന്യൂനതകൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ നിനക്ക് കിട്ടുന്ന ലാഭം കുറഞ്ഞാലും അള്ളാഹു അതിൽ ബറക്കത്ത് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിക്കുകളുടെ അടയാളം മൂന്നാകുന്നു. ഇദാ ഹദ്ദസ കദബ്, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വ ഇദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വ ഇദു തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്കും. മൂന്ന് കാര്യങ്ങളും കച്ചവടക്കാർ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. മൂന്ന് കാര്യങ്ങളും എന്താണ്? സംസാരിച്ചാൽ കളവ് പറയും, എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം നൽകിയാൽ ലംഘിക്കും, വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ഏൽപ്പിച്ചാൽ വഞ്ചിക്കും. പലപ്പോഴും സമ്പത്തുമായി ഇടപെടുമ്പോൾ ഏറെ നടക്കാറുള്ള ഒരു കാര്യമാണിത്. കാരണം കളവ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വിൽക്കാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ വിൽക്കാൻ കളവ് പറയുക എന്നുള്ളത് അവന് ഏറെ സഹായകമാക്കുന്ന കാര്യമായിരിക്കും, അല്ലെ? ഇത് ഒറിജിനൽ സാധനമാണ് എന്ന് പറഞ്ഞിട്ട് കള്ള സാധനങ്ങൾ, ഈ പറയുന്നത് പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടാവും. ഒറിജിനലാണ്, ഒരു സംശയം വേണ്ട എന്ന് നാവ് കൊണ്ട് കളവ് പറഞ്ഞിട്ട് വിൽക്കുന്നവനറിയാം ഇത് പെട്ടെന്ന് കേടാവാനുള്ള ബാഹ്യമായിട്ട് മാത്രം നല്ലൊരു കമ്പനിയോട് സാദൃശ്യമുള്ള എന്നാൽ ശരിയായ കമ്പനി അല്ലാത്തതാണെന്ന് ഇവനറിയാം. പക്ഷെ ഒറിജിനലാണ്, നീ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളുണ്ട്. ചിലത് സാധനത്തിൽ വില കൂടുതൽ നോക്കേണ്ട, അത് അങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ളതാണ്, അതിനില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ പല രൂപത്തിൽ ആളുകൾ ഈ വിഷയത്തിലൊക്കെ കളവ് പറഞ്ഞ് സമ്പാദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, നീ കളവ് പറയുക എന്നുള്ളത് നിന്നെ ഒരു തെമ്മാടിയാക്കി തീർക്കുന്നതാണ്. വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, അത്തരം തെമ്മാടികൾ നരകത്തിലേക്കാണ്. വ ഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ കദ്ദാബ, ഒരു മനുഷ്യൻ കളവ് പറയും, പിന്നീട് അവനൊരു കദ്ദാബാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് എഴുതി വെക്കും. അവനെ കുറിച്ചിട്ട് അവിടെ കള്ളനാണ്, പെരുങ്കള്ളനാണ് എന്ന് പേര് നിനക്ക് വന്നിട്ടുണ്ടാവും. നീ അറിയുന്നുണ്ടാവുകയില്ല. നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ ആ കേമം കൊണ്ട്, നിന്റെ ബുദ്ധി കൊണ്ട് നീ ഇവിടെ വലിയ നേടി. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ നീ ഒരു കള്ളനാണ്, പെരുങ്കള്ളനാണ് നിന്റെ പേരെങ്കിൽ നീ എത്ര സമ്പാദിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? നാളെ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് സംസാരിക്കുക പോലുമില്ല. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ, മൂന്നാളുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗം ആളുകൾ, അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ ഓരോ വിഭാഗത്തിലും. അവരോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുക പോലുമില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട്. അള്ളാഹു സംസാരിക്കുകയില്ല, അവനെ നോക്കുകയില്ല, അവനൊരു പരിശുദ്ധിയും അള്ളാഹു നൽകുകയില്ല, അവന് വേദനയേറിയ ശിക്ഷയുമുണ്ട് എന്നറിയിച്ചിട്ട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ്. ഈ കാര്യം മാത്രം പറയണം, ആരാണെന്ന് പറയുന്നില്ല. 3 പ്രാവശ്യം ആവർത്തിച്ചു. സഹാബികൾക്ക് പേടിയായി. ഹദീസ് റിവായത്ത് ചെയ്യുന്ന അബൂദർ പറഞ്ഞു, ഹാബു ഹസിറു, അവർ നഷ്ടം പറ്റി പരാജിതരായി, ഒന്നും നോക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിലാണ് ഈ 3 ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, ആരാണ് ഈ ഇത്രയും പരാജിതരായ, നഷ്ടം സംഭവിക്കാൻ പോകുന്ന, ഖിയാമത്ത് നാളിൽ ഇത്രയും വലിയ പരാജയം അനുഭവിക്കാൻ പോകുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു. ഒന്നാമതായി പറഞ്ഞു, അൽ മുസ്ബിൽ, വസ്ത്രം വലിച്ചെടുക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എത്രയോ ആളുകൾ നിസാരമായ കാര്യമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് വസ്ത്രം വലിച്ചെടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് വൽ മന്നാൻ, കൊടുത്ത കാര്യം, കൊടുത്ത നന്മകൾ എടുത്തു പറഞ്ഞ്
നൽകപ്പെട്ടവനെ പ്രയാസപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്തിട്ടുണ്ടാവും, പിന്നീട് എന്നും പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഒരാളുടെ അഭിമാനം വെച്ചിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അവൻ ഇന്നത് കൊടുത്തിട്ടുണ്ട്, അവനോട് തന്നെ പറയുന്നുണ്ടാവും, നാട്ടുകാരോട് പറയുന്നുണ്ടാവും, ഞാനാണ് അത് കൊടുത്തത്, ഞാനാണ് അവൻ അങ്ങനെ ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞ് കൊടുത്ത നന്മ ഇല്ലാതാക്കിക്കളയും. അതിന്റെ പേരിൽ ഈ പറയുന്ന വലിയ വൻപാപമാണ് അവൻ നേടിയെടുക്കുന്നത്. മൂന്നാമതായി പറഞ്ഞതാണ് വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ ഖാദിബ്. കള്ളസത്യം ചെയ്തിട്ട് കച്ചവട സാധനം വിൽപ്പന നടത്തുന്നവൻ, കള്ളസത്യം ചെയ്തിട്ട് സാധനങ്ങൾ വിൽക്കുന്നവൻ. എത്ര വ്യക്തമായ ഹദീസാണ്. അതിന് വേറൊരു എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമൊന്നും അതിൽ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൃത്യമായി പറഞ്ഞു, കള്ളസത്യം പറഞ്ഞിട്ട് സാധനങ്ങൾ വിറ്റൊഴിവാക്കുന്നവൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ നാല് ഗൗരവപരമായ കാര്യങ്ങൾക്ക് വിധേയപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത് വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ മുജാനിബുൽ ഈമാൻ, കാരണം കളവ് ഈമാനിനെ അകറ്റിക്കളയുന്നവനാണ്. കളവ് പറയുന്നവന്റെ ഈമാൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അവൻ അറിയുന്നില്ല. ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും ഈമാൻ ഇല്ലാതായി തീരുന്നുണ്ട്, ഈമാനിനെ അകറ്റിക്കളയും എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറയുമായിരുന്നു റളിയല്ലാഹു അൻഹുമാ, അൽ കദിബു ഫുജൂറുൻ വൻ നമീമത്തു സിഹ്റുൻ. കളവ് എന്ന് പറയുന്നത് അത് തെമ്മാടിത്തരമാണ്. നമീമത്ത് എന്ന് പറയുന്നത് രണ്ടാളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി ഏഷണി പറയുക എന്നുള്ളത് സിഹറാണ്. കാരണം സിഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഹർ ആളുകളെ പിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഈ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നിട്ട് പറഞ്ഞു ഫമൻ കദബ ഫഖദ് ഫജർ വമൻ നമ ഫഖദ് സഹർ. ആരാണോ കളവ് പറഞ്ഞത് അവൻ തെമ്മാടിത്തരം പ്രവർത്തിച്ചു, ആരാണ് ഏഷണി പറയുന്നത് അവൻ സിഹർ പ്രവർത്തിച്ചു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് കാണാം. ചില ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു സാഹിറിന് സാധിക്കാത്തത് ചിലപ്പോൾ ഒരു ഏഷണി പറയുന്നതിന് സാധിക്കും. രണ്ടാളുകളെ തെറ്റിക്കാൻ, രണ്ട് വിഭാഗങ്ങളെ തെറ്റിക്കാൻ, അവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യസന്ധത അതെല്ലാ സ്ഥലത്തും നമ്മൾ വെച്ച് പുലർത്തേണ്ട കാര്യം തന്നെയാണ്. കച്ചവടത്തിൽ മാത്രമെന്നല്ല, ആമുഖത്തിൽ പറഞ്ഞല്ലോ. പക്ഷെ പലപ്പോഴും കച്ചവടക്കാരാണ് ഇതിൽ പരീക്ഷിക്കപ്പെടുന്നത്. കാരണം അവന്റെ ഒരു കളവിനോ സത്യത്തിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് ചിലർക്ക് നൂറുകളാണെങ്കിൽ ചിലർക്ക് ആയിരങ്ങളാണ്, ചിലർക്ക് ലക്ഷങ്ങളാണ്, ചിലർക്ക് കോടികളാണ്. ഒരു കളവ് മതി. അവനൊരു കളവ് പറഞ്ഞാൽ ഇത്രയാണ് അവന്റെ മുന്നിൽ, അവൻ പരീക്ഷണത്തിൽ പെട്ടുപോകും. അപ്പൊ അവൻ വിചാരിക്കും കളവല്ലേ, തൽക്കാലം അങ്ങനെ പറഞ്ഞേക്കാം, പിന്നീട് തൗബ ചെയ്യാം എന്നൊക്കെ നിയത്തിൽ പല കളവുകളും പറയും. പക്ഷേ സഹോദരങ്ങൾ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ കളവ് പറഞ്ഞിട്ട് ഒരു രൂപ പോലും നമുക്ക് വേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത് സഹോദരങ്ങളെ ഹുസ്നു ഖലീഖ, സൽ സ്വഭാവം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറു മാ യുദ്ഖിലുൻ നാസുൽ ജന്ന തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്. ജനങ്ങളെ ഏറ്റവും അധികം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്, തഖ്വ പാലിക്കലാണ്. രണ്ട് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ് എന്നാണ്. അപ്പൊ തഖ്വല്ലാഹ് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അത് അടിമക്കും ഉടമക്കും ഇടയിലുള്ള കാര്യങ്ങൾ നന്നാക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന് നമുക്കും ഇടയിലുള്ള കാര്യങ്ങൾ നന്നാക്കുന്ന കാര്യമാണ് തഖ്വല്ലാഹ്. ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത് നമുക്കും പടപ്പുകളോടുമുള്ള കാര്യങ്ങൾ നന്നാക്കുന്ന കാര്യമാണ്. ഇത് രണ്ട് കാര്യവും നന്നാക്കിയാൽ ഒരാൾ ഏറ്റവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനുള്ള കാര്യമെല്ലാം അവൻ തഖ്വയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ വിഷയത്തിൽ അപാകത കാണിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം ഇല്ലാതായി പോകും. ഇപ്പൊ ജനങ്ങളോടുള്ള വിഷയത്തിൽപ്പെട്ടതാണ്, കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മുഴുവനും ജനങ്ങളോടുള്ള വിഷയത്തിൽപ്പെട്ടതാണ്. അപ്പൊ അത് നന്നാക്കിയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. ഇവിടെ കച്ചവടക്കാരോട് പ്രത്യേകിച്ച് പറയാൻ കാരണം, കച്ചവടക്കാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിപത്താണ് അവരുടെ സ്വഭാവം മോശമായി പോകുക എന്നുള്ളത്. കാരണം എപ്പോഴും അങ്ങാടിയിലും അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് പല രൂപത്തിലുള്ള കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് ഡീല് ചെയ്യേണ്ട, സംസാരിക്കുകയും മറ്റൊക്കെ ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ട് പലപ്പോഴും സൽസ്വഭാവം ഇല്ലാതായി തീരുന്ന അവസ്ഥ അവർക്കുണ്ടാകും. ദേഷ്യം പിടിച്ചുകൊണ്ടും ശപിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും ഇങ്ങനെ പല രൂപത്തിലുള്ള ദുർഗുണങ്ങൾ അവരിൽ സമ്മേളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും സൽസ്വഭാവം കച്ചവടം ചെയ്യുന്നവൻ ശ്രദ്ധിക്കണം. ഞാൻ കച്ചവടം ചെയ്ത് സമ്പാദിച്ചിട്ട് പകരം എൻ്റെ സൽസ്വഭാവം അതിന് പകരം കൊടുക്കുക, സൽസ്വഭാവം അതിനുവേണ്ടി ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നത് വലിയ നഷ്ടമുള്ള കാര്യമാണ്. കാരണം സൽസ്വഭാവം ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കച്ചവടം ചെയ്യുന്നവർ പ്രത്യേകിച്ചും എൻ്റെ സ്വഭാവം അത് നല്ല രൂപത്തിൽ തന്നെ ഉണ്ട്, ആളുകളോടുള്ള പെരുമാറ്റം എല്ലാം
നല്ല രൂപത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. സൽസ്വഭാവം ജനങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കഫുൽ അദാ വബദ്ലുൻ നദാ വതലാഖത്തുൽ വജ്ഹ്. 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നീ ആളുകൾക്ക് നന്മ ചെയ്യുക. നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ സാമ്പത്തികമായും ശാരീരികമായും നിനക്ക് എങ്ങനെയൊക്കെയാണ് ഒരാളെ സഹായിക്കാൻ സാധിക്കുക ചെയ്യുക. രണ്ടാമത്തത്, നിനക്കിനതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിന്നിൽ നിന്നും ഒരു ഉപദ്രവത്തിന്റെ ഒരു അംശവും ഒരാളിലേക്കും എത്തുകയില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഒരാൾ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഉപദ്രവം ചെയ്യാൻ പാടില്ല. അത് സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ തലാഖത്തുൽ വജ്ഹ്. ആളുകളെ കണ്ടാൽ പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖക്ക് തുല്യമായ കാര്യമാണ്. ഒരാളോട്, ഒരു മുഅ്മിനെ കണ്ട് നല്ല രൂപത്തിൽ മനസ്സറിന് ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരാൾക്കൊരു സദഖ, ഒരു ധർമ്മം ചെയ്തതിന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഒരാൾ സൽസ്വഭാവിയാകാൻ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. ആളുകൾക്ക് നന്മ ചെയ്യുക, ഒരു തരി ഉപദ്രവം പോലും ഒരാൾക്കും ഏൽപ്പിക്കാതിരിക്കുക, അതുപോലെ അവനെ കാണുമ്പോൾ ചിരിക്കുക. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അത് നിന്നോട് ആളുകൾ എങ്ങനെ പെരുമാറാൻ നീ ഉദ്ദേശിക്കുന്നുവോ അതുപോലെ നീ തിരിച്ചു പെരുമാറുക എന്നുള്ളതാണ്. ചുരുക്കിയത് പറഞ്ഞു, ആളുകൾ നിന്നോട് എങ്ങനെയാണോ പെരുമാറാൻ ഉദ്ദേശിക്കുന്നത്, നിന്നെ കാണുമ്പോൾ തന്നെ മുഖം കറുപ്പിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല. നിനക്ക് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഇല്ല. നിനക്കൊരു ഉപകാരവും ചെയ്യാതെ എപ്പോഴും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. ആളുകൾ നിന്നോട് എങ്ങനെ പെരുമാറാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ ആളുകളോട് പെരുമാറുക, അതാണ് സൽസ്വഭാവം എന്ന് വേറെ ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സൽസ്വഭാവം അതെപ്പോഴും മുറുകെ പിടിക്കുക, പ്രത്യേകിച്ചും കച്ചവടക്കാർ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇഫ്ഫത്തുൻ ഫീ തുഅ്മ. അവൻ ഭക്ഷിക്കാൻ വേണ്ടി, അവന്റെ വയറിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഉപജീവനം അത് പരിശുദ്ധിയുള്ളതാക്കുക, അതിൽ ഹറാം കലരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ഇറച്ചിയും ഏതൊരു ശരീരവും ഹറാമു കൊണ്ടാണ് അത് പുഷ്ടിപ്പെട്ടത് എങ്കിൽ അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത് നരകമാണ് എന്നാണ് പറഞ്ഞത്. ഹറാമ് തിന്നാലും ഹലാല് തിന്നാലും ശരീരമൊക്കെ നന്നാവും, പോഷകമൊക്കെ കിട്ടും. പക്ഷേ ഹറാമു കൊണ്ടാണ് നിന്റെ ശരീരം നന്നായിട്ടുള്ളത് എങ്കിൽ ആ ശരീരത്തിന് നരകമാണ് ഏറ്റവും യോജിക്കുന്നത് എന്നാണ്. ദുനിയാവിൽ നല്ല ശരീരവും നല്ല സൗന്ദര്യവും ഒക്കെ ഹറാമായ സമ്പാദ്യത്തിലൂടെ നീ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ അത് നരകത്തിലേക്ക് പോകാനുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഒരു ദീർഘമായ ഹദീസിൽ അല്ലാഹു തആല ഹറാമായത് സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു ത്വയ്യിബാണ്, വിശിഷ്ടനാണ്, അവന് വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. സുമ്മ സക്കറ റജുൽ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, യുത്തീലു സഫർ അശ്അസ അഗ്ബർ. അയാൾ യാത്ര ചെയ്തിട്ട് അയാളുടെ താടി മുടിയൊക്കെ ജടകുത്തിയിട്ടുണ്ട്. യാത്രയുടെ കാഠിന്യവും പ്രയാസവും കാരണത്താൽ അതൊന്നും നന്നാക്കാൻ മാത്രമുള്ള എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല, ദാരിദ്ര്യമാണ്. പഴയ കാലത്ത് ജടകുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു എണ്ണ തേക്കാൻ പോലുമുള്ള ഒരു പണമില്ല, ദരിദ്രനാണ്, കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. യമുദ്ദു യദൈഹി ഇല സമാ. ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരുപാട് ഗുണങ്ങൾ സമ്മേളിച്ച ഒരു വ്യക്തി. അയാൾ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, അയാൾ ആവശ്യക്കാരനാണ്, യാത്രക്കാരനാണ്, കൈകൾ ഉയർത്തിയിട്ടുണ്ട്. യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞത്. പക്ഷെ പറയുകയാണ് വമത്അമുഹു ഹറാം, പക്ഷെ അവന്റെ ഭക്ഷണമൊക്കെ ഹറാമായതാണ്. വമശ്റബഹു ഹറാം, അവന്റെ പാനീയം ഹറാമ് തന്നെ. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്നതും ഹറാമ് തന്നെ. വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട ഒരുവനാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അവൻ ഉത്തരം കിട്ടാനുള്ള സാധ്യത വിദൂരമാണ്. എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അയാൾ ഇത്രയെല്ലാം ദുആക്ക് ഉത്തരം കിട്ടാനുള്ള പണിയെടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഹറാമുകൾ ചെയ്തിട്ട് അള്ളാനെ മറന്ന് ജീവിക്കുന്ന ആളെ കുറിച്ചിട്ടല്ല ഈ പറഞ്ഞത്. ഹറാമുകൾ ചെയ്തിട്ട് ഇവന് അള്ളാനോടുള്ള പ്രതീക്ഷയുണ്ട്, യാത്രയിലും റബ്ബിനെ മറക്കാതെ ദുആ ചെയ്യുന്ന, യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്ന ആളാണ്. അപ്പൊ മസ്ജിദിലൊക്കെ വന്ന് നിസ്കരിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നീ നിസ്കരിക്കുന്നവനായി എന്നുള്ളത് കൊണ്ട് നിന്റെ ആ ഹറാമൊക്കെ അള്ളാഹു വിട്ടു തന്നു എന്നല്ല പറഞ്ഞത്. നിന്റെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമായി എടുത്തു പറഞ്ഞ കാര്യമാണ് നിന്റെ സമ്പാദ്യത്തിൽ ഹറാമ് കലരുക എന്നുള്ളത്. വലിയ ഗൗരവമുള്ള കാര്യമാണ്.
എന്തുകൊണ്ട് അള്ളാഹു എൻ്റെ ദുആക്ക് ഉത്തരം ചെയ്യുന്നില്ല? നമ്മൾ സമ്പാദ്യമൊക്കെ അതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഹറാമായ എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ അതിൽ വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. ഹലാലൊക്കെ വ്യക്തമായിട്ട് ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചു തന്നിട്ടുണ്ട്, ഹറാമും വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഉബൈനഹുമ ഉമൂറുൻ മുഷ്തബിഹാത്തിൻ, ഇടയിൽ ചില സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധികം ആൾക്കും അത് അറിയുകയില്ല. എന്നാൽ അറിവുള്ള പണ്ഡിതന്മാർക്ക് അതറിയാം, ദീനിലെ അത് ഹുക്കും അറിയാം. പക്ഷെ ജനങ്ങളിൽ പലർക്കും അവരുടെ ജഹല് കാരണം അത് അറിയുകയില്ല. ആരെങ്കിലും ഫമനിത്തഖ ശുബ്ഹാത്ത്, അങ്ങനെ സംശയമുള്ളത് ഹലാലായിരിക്കുമോ ഹറാമായിരിക്കുമോ എന്ന സംശയമുള്ള കാര്യത്തിൽ നിന്നും പേടിച്ചുകൊണ്ട്, ഒരു ഹറാമിനിലേക്ക് വരണ്ട എന്ന് പേടിച്ചുകൊണ്ട് ആരെങ്കിലും അതിൽ മാറി നിന്നാൽ, തഖ്വ കാണിച്ചാൽ, ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അവന്റെ ദീനും അഭിമാനവും അവൻ സുരക്ഷ വരുത്തിയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സംശയമുള്ളതിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാൻ പറഞ്ഞ ആ ഒരു അദബ് ഇതാണ്, അതിനെ നമ്മൾ പേടിക്കുക. പക്ഷെ ആളുകൾക്ക് അങ്ങനെ യാതൊരു പേടിയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ചിന്തിക്കാതെ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ പറയുന്നത് അൽ ഹലാലു മഹല്ല ബിയദി, നിന്റെ കയ്യിൽ വരുന്നത് ഹലാൽ, വൽ ഹറാമു ഹുർരിമത് മിൻ, നിനക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയത് ഹറാം. അതാണ് അവർക്ക് ആകെയുള്ള പോളിസി. നിനക്ക് കിട്ടുന്നതൊക്കെ ഹലാൽ, നിനക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു, ഹറാമായി പോയി എന്ന് ഒരവസ്ഥയാണ്. എന്താണ് എൻ്റെ കയ്യിൽ, അതൊക്കെ ഹലാലാണ്, എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കുക എന്നത് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളാണ് സഹോദരങ്ങളെ ഉള്ളത്. അതുകൊണ്ട് അവസാനമായി ആളുകൾക്ക് പൊതുവെ, കാരണം ചിലപ്പോഴൊക്കെ ഹറാമാണെന്ന് അറിയാതെ സമ്പാദ്യത്തിൽ ഹറാമ് വരുന്ന ഒരുപാട് കച്ചവടങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ചിലത് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. എന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് അറിയേണ്ട കാര്യമാണ്. ഹറാമായ വസ്തുക്കൾ വിൽക്കാൻ പാടില്ല. ഇതൊക്കെ ആദ്യകാലത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യഹൂദികളുടെ സ്വഭാവമായിരുന്നു, അവർക്കൊരു വിഷയത്തിൽ അള്ളാഹു ഹറാമാക്കിയാൽ അവരെന്ത് ചെയ്യുകയില്ല, അത് തിന്നുകയില്ല, അവരതിൽ നിന്ന് വിട്ടുവെക്കും, പക്ഷെ അവരത് വിൽക്കും. അത് യഹൂദികളുടെ സ്വഭാവമാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് പല മുസ്ലിമീങ്ങളും ആ ഒരു സ്വഭാവം അറിയാതെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹരികൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നുണ്ടാകും, പക്ഷെ ജനങ്ങൾ ലഹരികൾ ഉപയോഗിക്കുന്നതിന് അവർക്ക് യാതൊരു പ്രയാസവുമില്ല. നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം, ജനങ്ങൾ അവർക്ക് കിട്ടുന്ന സമ്പാദ്യം അത് ഹലാലായതാണോ ഹറാമാണോ എന്നുള്ളത് ഗൗനിക്കാത്തൊരു കാലം അവർക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഇന്ന് സഹോദരങ്ങളെ നമുക്ക് അങ്ങനെയാണോ ഇന്ന് തോന്നിപ്പോകുന്ന ഒരു കാലമാണ്. കാരണം മുസ്ലിമീങ്ങളായ ഒരുപാട് കച്ചവടക്കാർ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അള്ളാഹു ഹറാമാക്കിയ ഒരുപാട് വസ്തുക്കൾ വിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഹറാമായ വസ്തുക്കൾ? അള്ളാഹു കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ. ലഹരി വസ്തുക്കൾ ഹറാമാണ്, അത് നിഷിദ്ധമാണ്, മോശമാണ് എന്നുള്ളത് നല്ലൊരു ഫിത്രത്ത് തന്നെ ഒരാൾക്ക് മതിയായതാണ്. ഒരു കിതാബിന്റെ സഹായമില്ലാതെ തന്നെ, ഒരു ദലീലിന്റെ സഹായമില്ലാതെ തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ശുദ്ധപ്രകൃതി ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ, അയാളുടെ ഹൃദയം അത്രക്ക് കറുത്തുപോയിട്ടില്ല എങ്കിൽ ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലഹരി വസ്തുക്കൾ ക്യാൻസർ പോലെയുള്ള ഗൗരവമുള്ള, സ്വന്തത്തിനും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കൾ ഇത് വിൽക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സാധിക്കുന്നത്? സഹോദരങ്ങൾ, ഒരിക്കലും നമുക്കത് സാധിക്കാൻ പാടില്ല. പലരും അത് വിൽക്കുന്നതിന്റെ ഒരു കാരണമായി പറയുന്നത് ഇത് വെച്ചാലേ ഉള്ളൂ ആളുകൾ ബാക്കി സാധനങ്ങൾ ഇവിടെ വാങ്ങുകയുള്ളൂ എന്നാണ്. പലരുടെയും ചിന്ത അതാണ്. നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിൽ നമുക്ക് ചെറിയ ലാഭമേ കിട്ടുന്നുള്ളൂ, ഒരു വെട്ടി വിറ്റ് എത്രയൊക്കെ കിട്ടുന്നുള്ളൂ, അതിനു വേണ്ടിയിട്ടല്ല. പക്ഷെ അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം മറ്റു പല സാധനങ്ങളും വാങ്ങുന്നത് ഇല്ലാതായി തീരുമെന്നാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്, ബറക്കത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നീ ഒഴിവാക്കിയോ നിനക്ക് അള്ളാഹു പകരം നൽകും. നീ അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പകരം നൽകും. തഖ്വയുടെ ഒരു ഫവായിദായിട്ട്, അതിന്റെ ഫായിദായിട്ട് പറഞ്ഞ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു തആല നിനക്ക് നീ അറിയാത്ത രൂപത്തിൽ റിസ്ക് നൽകും. അതുകൊണ്ട് അത് പേടിക്കേണ്ടതില്ല, പൂർണ്ണമായി ഒഴിവാക്കുക. അപ്പൊ പിന്നെ അതിന്റെ മുകളിലേക്കുള്ള വലിയ വലിയ സിന്തറ്റിക്
ഇങ്ങനെയുള്ള ആധുനികമായി ഉപയോഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ സാധാരണക്കാരായ ആളുകളോട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമായ വസ്തുക്കളൊന്നും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്, പലർക്കും അറിയാത്തൊരു കാര്യം, ഒരു വസ്തു അത് വിൽക്കുന്ന സമയത്ത് അത് ഹറാമിന് വേണ്ടിയിട്ട് മാത്രമേ അത് ഉപയോഗിക്കപ്പെടുകയുള്ളൂ എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആളുകൾ ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് ഹറാമിന് മാത്രമേ ഉപയോഗിക്കപ്പെടുകയുള്ളൂ, അതിനൊരു ഹലാലായ ഒരു ഉപയോഗമേ ഇല്ല എന്ന് വ്യക്തമായാൽ അത് വിൽക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞു തരാം. ഒരാൾ ഫ്രൂട്ട്സ് വിൽക്കുന്ന കച്ചവടക്കാരനാണ്. അയാൾക്ക് ഓർഡർ വരികയാണ്, നിങ്ങൾ ആഴ്ചക്ക് 1 ടൺ മുന്തിരി ഞങ്ങൾക്ക് അയക്കണം, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 1 ടൺ മുന്തിരി അയക്കണം. എന്താണ് അത്? ഒരു ബീവറേജ് കമ്പനിയാണ്, വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലായ സഹോദരങ്ങളെ, മുന്തിരി ഹലാലായത് കൊണ്ട് കാര്യമില്ല, അത് ഹറാമിന് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ വലിയ ലാഭമാണ് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം ആഴ്ചക്ക് 1, 2, 3 ടണ്ണൊക്കെ പോവും. ഈ കച്ചവടം പോയാൽ അത് മൊത്തം പോവും. വർഷങ്ങളോളം കിട്ടുന്നൊരു കാര്യമാണ് ഇത്. അള്ളാഹിനെ പേടിച്ചിട്ട് ഒരാൾ ഒഴിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകും, യാതൊരു സംശയവും വേണ്ടതില്ല. അവനത് ഹറാമായ കാര്യമാണത്. കാരണം മുന്തിരി ഹലാലാണെങ്കിലും ഈ കൊണ്ടുപോകുന്ന വ്യക്തി ഹറാമിനാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായാൽ പിന്നീട് അത് വിൽക്കാൻ പാടില്ല. ഏതൊരു വസ്തുവിൻ്റെ ഒരു ഖായിദയെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 1, 2, 3 എണ്ണി പറയേണ്ട ആവശ്യമില്ല. ബുദ്ധിയുള്ള ആളുകളാണ് നിങ്ങൾ. ഹറാമിനാണ് ഇത് ഉപയോഗിക്കുക എന്ന് വ്യക്തമായാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ വസ്ത്രത്തിൽ വെക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, വളരെ ഇറക്കം കുറഞ്ഞ വസ്ത്രം അതൊരു സ്ത്രീക്ക് വിറ്റ് കഴിഞ്ഞാൽ അവർ പുറത്തിടുകയുള്ളൂ. കാരണം അത്രയും വിലയുള്ളൊരു വസ്ത്രമായിരിക്കും. അത് സ്വാഭാവികമായി വീട്ടിലിടാൻ ഉപയോഗിക്കുകയില്ല. അത് പുറത്തിടാൻ വേണ്ടി മാത്രമാണ്. ഔറത്ത് മുഴുവൻ വെളിവാകുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ്. അത് യാതൊരു സംശയവുമില്ല, അത്തരത്തിലുള്ള സ്ത്രീകൾ അങ്ങനെ പുറത്തു തന്നെ ഇടുന്നൊരു വസ്ത്രമാണ് എന്ന് നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വിൽക്കാൻ പാടില്ല സഹോദരങ്ങളെ. അങ്ങനെ അതല്ലാത്ത, അത് ഭർത്താവിൻ്റെ മുന്നിൽ മാത്രം ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ വീടിനകത്ത് ഉപയോഗിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഒരു പൂർണ്ണമായും അറിയുന്നൊരു വസ്ത്രമാണ്. അത് നമുക്ക് അറിയുകയില്ല എവിടെയാണ് ഉപയോഗിക്കുക, അതും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കൃത്യമായി അറിയണം ഇത് പുറത്തേക്ക് ഇടാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നതാണ് എങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. പലർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഉണർത്തുന്നത്. ഒരു കാര്യം ഹറാമിനാണ് എന്ന് വ്യക്തമായാൽ അത് ആ നിലക്ക് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കുരിശും മറ്റുമൊക്കെയുള്ള ലോക്കറ്റുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ വസ്തുക്കൾ, ഇതൊന്നും വിൽക്കാൻ പാടില്ല. കാരണം ഇത് കയ്യിൽ ധരിക്കാനാണ്, വസ്ത്രത്തിൽ ധരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന ടീഷർട്ടുകളിൽ, നമ്മൾ വിൽക്കുന്ന വസ്തുക്കളിൽ ആ രൂപത്തിൽ വ്യക്തമായ കുരിശുകളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ചിത്രങ്ങളോ ഒക്കെ ഉള്ളത് ആണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പലരും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് കയ്യിലില്ലാത്ത വസ്തുക്കൾ വിൽക്കുക എന്നുള്ളത്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബി മാ ലൈസ ഇൻദക്, നിന്റെ കയ്യിലില്ലാത്ത വസ്തു നീ വിൽക്കാൻ പാടില്ല. ആ കച്ചവടം ശരിയാകാതെ പോകും, കച്ചവടം ബാത്തിലായി പോകും. എങ്ങനെയാണ് കയ്യിലില്ലാത്ത സാധനം വിൽക്കുക എന്ന് പറയുന്നത്? നിന്റെ കയ്യിലില്ലാത്തൊരു പ്രൊഡക്റ്റ് നീ ആൾക്ക് കാണിച്ചു കൊടുക്കുന്നു, അങ്ങനെ ഒരാൾ അത് നിന്നോട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ നിന്റെ കടയിൽ വന്ന് ചോദിക്കുന്നു, എനിക്ക് ഇന്നത് വേണം, ഉണ്ട്, എത്ര വേണ്ടത്? 100 കിലോ, ഓക്കെ, ഇതാ ബില്ല് കൊടുത്തു, കച്ചവടാക്കി. സാധനം ഇല്ല, സാധനം ഇനി പോയി വാങ്ങിക്കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സമാനമായ സംഭവം നടന്നപ്പോൾ പറഞ്ഞ ഹദീസാണിത്. ഖിയാസല്ല, സമാനമായ സംഭവം നടന്നപ്പോഴുള്ള ഹദീസാണിത്. നിന്റെ കയ്യിലില്ലാത്ത, സ്റ്റോക്കില്ലാത്തൊരു വസ്തു അത് നീ ഈ നിലക്ക് കച്ചവടം ചെയ്തിട്ട് പിന്നെ പോയി സാധനം കൊണ്ടുവരിക എന്നുള്ളത് പാടില്ല. അപ്പൊ എങ്ങനെയാണ് വിൽക്കേണ്ടത്? നമുക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. കാരണം നമ്മൾ ഗോഡൗൺ ചെറുതായിരിക്കും, അല്ലെങ്കിൽ അത്രയും വില കൂടിയ വസ്തുവായിരിക്കും, നമുക്ക് അത്ര വലിയ സ്റ്റോക്ക് എടുക്കുക എന്നുള്ളത് നടക്കുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞ അതിന് വഴിയുണ്ട്. ഒന്ന്, നിനക്ക് അയാളോടൊരു ഒരു വാക്ക് വാങ്ങാം. സാധനം വേണമല്ലോ, ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞൊരു വാക്ക് വാങ്ങാം. അവിടെ കച്ചവടം നടക്കാൻ പാടില്ല. നീ കച്ചവടം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം മൊത്തം ഈ വാങ്ങിയ ആൾക്കാണ്. ഇത് നിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഇനി നീ പോയി സാധനങ്ങൾ കൊണ്ടുവരുന്ന വേളയിൽ അത് നിന്റെ കയ്യിൽ എത്തുന്നു. കയ്യിലെത്തിക്കഴിഞ്ഞാൽ അയാളോട് പറയാതാ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അഖദ്, കച്ചവടത്തിന്റെ ഉടമ്പടി നടക്കുകയുള്ളൂ. അതിനു മുമ്പാണെങ്കിൽ ഇയാൾക്ക് വാക്ക് തെറ്റിക്കണമെങ്കിൽ വാക്ക് തെറ്റിക്കാൻ എനിക്ക് വേണ്ട എന്ന് പറയാം. പക്ഷെ നേരത്തെ അതല്ല, വ്യത്യാസം. നേരത്തെ കച്ചവടം നടന്നു കഴിഞ്ഞു, കടമാണെങ്കിൽ പോലും, വസ്തു ഇല്ലെങ്കിൽ പോലും കച്ചവടം നടന്നു കഴിഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് നീ ആ സാധനം കടമായിട്ടാണെങ്കിൽ സാറില്ല, നീ അത് വാങ്ങിക്കൊണ്ടു വന്നിട്ട് നിന്റെ ഉടമസ്ഥതയിൽ എത്തിയാൽ അത് വിൽക്കാൻ പറ്റും. അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആ വിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് നേരെ കസ്റ്റമറുടെ കയ്യിലേക്കല്ല, അത് അവിടുന്ന് നീ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ, ആ
നീ ആരുടെ അടുത്തു നിന്നാണോ വാങ്ങാൻ പോകുന്നത് അയാളുടെ ഗോഡൌണിൽ നിന്ന് അത് മാറി നിന്റെ അടുക്കലേക്ക് എത്തേണ്ടതുണ്ട്. നിന്റെ ഗോഡൌണിൽ എത്തിയിട്ടില്ലെങ്കിൽ അവിടുന്ന് മാറേണ്ടതുണ്ട്. നേരെ അങ്ങനെ വെക്കാൻ പറ്റൂല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കടയിൽ ഒരു ചാക്ക് അരിയുണ്ട്. ഈ കടക്കാരനോട് ഒരു ചാക്ക് അരി, ഒരു ഹോൾസെയിലറാണ്, കടക്കാരനോട് ഒരു ചാക്ക് അരി 1000 റുപ്യക്ക് വാങ്ങിയെന്ന് വിചാരിക്കുക. 1000 റുപ്യ കിട്ടൂല, ഒരു ഉദാഹരണത്തിന് പറയാം. 1000 റുപ്യക്ക് ഒരു ചാക്ക് അരി വാങ്ങി എന്ന് വിചാരിക്കുക. ശരി, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പം നിന്റെ ഒരു കസ്റ്റമർ വന്നു, ഒരു ചാക്കരി വേണം, ഒരു ചാക്കരി നീ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അതേ കടയിൽ നിന്ന് തന്നെ വിൽക്കുക എന്നുള്ളത് പാടില്ല. ആ കടയിൽ നിന്ന് അത് മാറ്റി എടുത്തിട്ട് മാത്രമേ നിനക്കത് വിൽക്കാൻ പാടുള്ളൂ. നീ പൈസ കൊടുത്തു എന്നുള്ളത് കൊണ്ട് പോലും കാര്യമില്ല. കാരണം അത് പൈസ കൊടുത്ത് നിന്റെ കയ്യിലേക്ക് വരണമെങ്കിൽ അതിന്റെ രീതി എന്ന് പറയുന്നത് അയാളിൽ നിന്നും അത് മാറി നിന്റെ ഗ്യാരണ്ടിയിലേക്ക്, നിന്റെ കസ്റ്റഡിയിലേക്ക് അത് എത്തേണ്ടതുണ്ട് എന്നാണ്. ഈ കാലഘട്ടത്തിൽ പലരും ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ ഇംഗ്ലീഷിലൊക്കെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നറിയപ്പെടുന്ന ഒരു രീതി. പല സുഹൃത്തുക്കൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റാറ്റസുകളായി ചുരിദാറിന്റെ ഫോട്ടോസ് വെക്കുന്ന ആളുകളുണ്ട്, വാച്ചുകളുടെ ഫോട്ടോസ് വെക്കുന്ന ആളുകളുണ്ട്, ചെരുപ്പുകളുടെ ഫോട്ടോസ് വെക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ ആരുടെ കയ്യിലും വസ്തുവില്ല. വസ്തു വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ബോംബെയിലായിരിക്കും, ഡൽഹിയിലായിരിക്കും. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് അവിടെ ഉണ്ടാവും, അയാളുടെ കയ്യിലാണ് സാധനം. ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ പല ഗ്രൂപ്പിലും ഈ ഫോട്ടോകൾ ഇടുക എന്നുള്ളതാണ് ഇവരെ പരിപാടി. എന്നിട്ടോ അവിടുന്ന് കച്ചവടം ചെയ്യും. ഇവരുടെ കയ്യിൽ വസ്തുവില്ല. ഈ വാച്ചാ വേണ്ടത്, അല്ല ഈ ചെരുപ്പാ വേണ്ടത്, അല്ല ഈ വസ്ത്രമാണോ വേണ്ടത്, ഈ ചുരിദാറാണോ വേണ്ടത്, ഓക്കെ ഞാനിത് ഈ ചുരിദാർ വിറ്റിരിക്കുന്നു, അതിന്റെ പൈസ വാങ്ങി, വസ്തുവില്ല. ഇനിയോ കച്ചവടം നടന്നു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഓർഡർ കൊടുക്കുകയാണ്. അയാൾ അവിടുന്ന് നേരെ കസ്റ്റമറിലേക്ക് കൊറിയർ അയച്ചു കൊടുക്കുകയാണ്. ഇത് ശരിയായ രൂപമല്ല. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ ഫത്വകൾ സഹോദരങ്ങളെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശരിയാക്കാനുള്ള 2 രൂപം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നീ അതൊരു വാക്ക് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് അത് ആ ഗോഡൌണിൽ മാറ്റി അവിടെ നിനക്ക് മറ്റൊരാൾ ഉണ്ടായാലും മതി, നിനക്ക് അവിടുന്ന് വേറൊരാൾ അത് സ്വീകരിച്ചിട്ട് അയാൾ അയച്ചാലും മതി. അവർ തന്നെ നേരിട്ട് അയക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അയക്കുന്ന രീതി പാടില്ല. രണ്ടാമത്തെ, നിനക്ക് വേണമെങ്കിൽ ഒരു ദല്ലാളാവാം, ഒരു ഇടനിലക്കാരനായിട്ട് ഒരു ബ്രോക്കർ ആവാം. ബ്രോക്കറേജ് ഇസ്ലാം അനുവദിക്കുന്ന കാര്യം തന്നെയാണ്, കുഴപ്പമില്ല. ഒരു കച്ചവടം നീ പിടിച്ചു കൊടുത്തതിനാൽ നിനക്കൊരു ഡ്രസ്സ് വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു വിഹിതം നിനക്ക് തരുന്നു. 1000 റുപ്യന്റെ ഒരു ചുരിദാർ നീ വിറ്റ് കഴിഞ്ഞാൽ നിനക്കൊരു 150 റുപ്യ അയാൾ തരികയാണ്. അപ്പം അയാൾ തമ്മിലാണ് കച്ചവടം. ഞാൻ പിടിച്ചു കൊടുത്ത ആളാണ്, അതിനെനിക്ക് കിട്ടും. എന്ത് വസ്തുവാണെങ്കിലും ഞാൻ കച്ചവടം ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ എനിക്ക് ആ ലാഭത്തിൽ നിന്നും ഒരാൾ ഒരു വിഹിതം നൽകുന്നത് അത് അനുവദനീയമാണ്. കാരണം അവിടെ ഞാൻ കച്ചവടം ചെയ്യുന്നില്ല, ഞാൻ അവരെ തമ്മിൽ മുട്ടിച്ചു കൊടുത്തു, അവർ തമ്മിലാണ് കച്ചവടം. ആ മുട്ടിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ കയ്യിൽ സാധനവുമുണ്ട്, ഇവർക്ക് പൈസ ഉണ്ട്. ഇവർ പൈസ കൊടുക്കുന്നു, അവർ സാധനം കൊടുക്കുന്നു. ഞാൻ കാണിച്ചു കൊടുത്തതിന്റെ ഒരു കൂലിയായി എനിക്ക് നൽകുന്നു. ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അത് ശരിയാകാനുള്ള മാർഗമായി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ചെയ്യുന്ന മറ്റു ആളുകൾ പലപ്പോഴും മുസ്ലിമുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് EMI എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വിൽക്കുന്ന മുസ്ലിം കച്ചവടക്കാരുണ്ട്. കാരണം ഇന്ന് മൊബൈൽ ഫോണുകൾക്ക് ലക്ഷങ്ങൾ വില വന്നപ്പോൾ മൊബൈൽ ഫോണുകൾ വരെ ഇപ്പം EMI ആണ്. ഐഫോൺ വാങ്ങണമെങ്കിൽ EMI ആണ്. സാംസങ്ങിന്റെ പുതിയ മോഡലുകൾ വാങ്ങണമെങ്കിൽ EMI ആണ്. പണ്ട് മൊബൈൽ ഫോൺ 15,000-20,000 തീരുന്ന, അല്ലെങ്കിൽ 10,000 തീരുന്ന ഒരു വസ്തുവായിരുന്നു. ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് വരെ ആളുകൾ വാങ്ങുകയാണ്. കയ്യിലില്ലാത്ത പൈസയാണ്. അതുകൊണ്ട് EMI. അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന മാസത്തിൽ 5,000 കൊടുത്താൽ 10 മാസമായ 50,000, 20 മാസമായ 1,00,000. അങ്ങനെ ആയാൽ എനിക്കത് ഹലാലായി എന്നാണ്. സഹോദരങ്ങളെ, അവിടെ ഹലാലാകുന്ന രൂപവുമുണ്ട്, ഇൻസ്റ്റാൾമെന്റ് ഹലാലാകുന്ന രൂപവുമുണ്ട്. അത് വിൽക്കുന്നവരും അറിയുക, വാങ്ങുന്നവരും അറിയുക. ഹറാമായ രൂപവുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറെയും നടക്കുന്നത് ഹറാമായ രൂപമാണ്. എന്താണ് ഹറാമായ രൂപം എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടക്കത്തിലൊരു പണം ഫിക്സ് ചെയ്യും. 18 മാസം കൊണ്ട്, 20 മാസം കൊണ്ട് നിങ്ങൾ അടക്കേണ്ട തുക 1,30,000 ആണ് എന്ന് വിചാരിക്കുക. അതാണ് ഫിക്സ് ചെയ്തത്. അവിടെ കോൺട്രാക്ട് നടന്നു. ഇനി ഓരോ മാസം ഇയാൾ 5,000, 10,000 എത്രയാണ് നിശ്ചയിച്ച പ്രകാരം അടക്കുകയാണ്. ഏതെങ്കിലും ഒരു മാസം ഇയാൾക്ക് അടക്കാൻ സാധിക്കാതെ വന്നാൽ പല പേര്, ഏത് പേരാകട്ടെ, ഫൈൻ എന്നുള്ള പേരാകട്ടെ, പെനാൾട്ടി എന്നുള്ള പേരാകട്ടെ, എന്തുമാകട്ടെ, ഈ ആദ്യം നിശ്ചയിച്ച പണത്തിൽ നിന്നും കൂടുന്നുണ്ട് എങ്കിൽ, നേരത്തെ 1,30,000 ആണെങ്കിൽ 1,32,000 ആകും. ഒരു മാസം, ഒരു ദിവസം വൈകിയപ്പോൾ, അല്ലെങ്കിൽ 10 ദിവസം വൈകിയപ്പോൾ എന്നാവുന്നുണ്ട് എങ്കിൽ അത് ഹറാമായ രൂപമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇൻസ്റ്റാൾമെന്റ് എന്നൊക്കെ വലിയ പേര് പറഞ്ഞാൽ ഇത് കടമാണ്. കടം നൽകുക എന്നുള്ളതാണ് ഇത് ഇൻസ്റ്റാൾമെന്റ്. ഇസ്ലാമിൽ ഇതിന്റെ ഹുക്കുമുണ്ട്. ഇതെന്തു പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് മടങ്ങുന്ന ഒരു ഹുക്കും, അത് കടമാണ്. നീ ഒരു വസ്തു കടമായി വാങ്ങിയതാണ്. കടമായി വാങ്ങി നിനക്ക് ഗഡുക്കളായി നൽകാനുള്ള ഒരു അവധി നൽകിയതാണ്.
കടം വാങ്ങിയാൽ എന്താണ് ഹുക്കും? അതെല്ലാവർക്കും അറിയാലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം രൂപ കടം വാങ്ങി 1 മാസം കൊണ്ട് തരാം എന്ന് പറഞ്ഞു. എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്നെ 1,05,000 തരാം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതല്ല പലിശ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത് പലിശയാണ്. എനിക്ക് കടം തരാൻ വൈകി എത്രയാണോ കടം വാങ്ങി അത്രയേ തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എത്രയാണോ കടം വാങ്ങിയത് അത്രയേ തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയാണ് അയാൾ കടമായിട്ട് ഫോണായിട്ടാണ് വാങ്ങിയത്. 1,30,000 അയാൾക്ക് കടമാണ് ഈ ഫോൺ. അത് അടക്കുകയാണ് മാസത്തിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു മാസം തെറ്റിയാൽ അത് കൂടുക എന്നുള്ളത് ഹറാമായ രീതിയാണ്. മുസ്ലിം കച്ചവടക്കാർ അങ്ങനത്തെ EMI രീതികൾ സ്വീകരിക്കരുത്. പിന്നെ സ്വീകരിക്കാം, ഇതിന്റെ ഹലാലായ രൂപം എന്താണ്? അതിൽ കൂടാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ, ഇയാളുടെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രൂപമോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ വരുന്നതിന് അത് അനുവദനീയമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ആ രൂപത്തിലാകുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾമെന്റ് ആണ് എങ്കിൽ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടേ ബാക്കി സാലറി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ മാസം ആകുമ്പോൾ വരും. തെറ്റിയാൽ എന്ത് ചെയ്യുകയില്ല, 1 ഉറുപ്പ്യ പോലും കൂടുകയില്ല. അങ്ങനെ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ്, അത് വേറെ ഒരു നിലക്കുള്ള കടം വാങ്ങലാണ്. ക്രെഡിറ്റ് കാർഡ് വേറെ നിലക്കുള്ള കടം വാങ്ങലാണ്. അവിടെയും അതാണ് സംഭവിക്കുന്നത്. കൃത്യസമയത്ത് തിരിച്ചു കൊടുത്താൽ പണം കറക്റ്റാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ അത് പൈസ കൂടും. ആളുകൾ ചോദിക്കും, ഞാൻ കൃത്യമായി കൊടുക്കും, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കൃത്യമായി കൊടുക്കും. നിന്റെ ഉറപ്പുള്ളതും കാര്യമില്ല. നീ ഒരു ഹറാമായ കോൺട്രാക്റ്റിലാണ് ഒപ്പുവെച്ചത്. തെറ്റിയാൽ കൂടുമെന്ന് പറയുന്ന കോൺട്രാക്റ്റിലാണ് നീ ഒപ്പുവെച്ചത്. അതായത് കടം തെറ്റിയാൽ നിനക്ക് പണം അധികം വരും എന്ന കോൺട്രാക്റ്റാണ്. അത് ബാത്തില, തെറ്റായ കോൺട്രാക്റ്റാണ്. അത് ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ ആളുകൾക്ക് അറിഞ്ഞിട്ടല്ല, സൂക്ഷ്മത പാലിക്കുന്നവർ തന്നെയാണ്. ദീനിൽ തഖ്വ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെ. പക്ഷെ ജഹൽ അത് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അറിയാത്തത് ഒരുപാട് ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പുതിയ പുതിയ രീതികൾ വരുമ്പോൾ, മുമ്പില്ലാത്ത രീതികളാണ് ഇതൊക്കെ, ഈ രൂപത്തിലൊക്കെ. അത് വരുന്ന സമയത്ത് അത് പഠിക്കണം. ചില ആൾ 0% എന്നൊക്കെ എന്തിനാണ് കച്ചവടക്കാർ 0% ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഏത് കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ വലിയ 0% ഇട്ടത്? മുസ്ലിമീങ്ങളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് അവരിത് വാങ്ങും. 0% എന്ന് പറഞ്ഞാൽ 0% ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ കാഫികൾക്ക് എന്ത് ഇൻട്രസ്റ്റിനെന്ത് പ്രശ്നം? അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ പലിശക്ക് വാങ്ങുന്നവരും കൊടുക്കുന്നവരൊക്കെ തന്നെ അവർക്ക് കുഴപ്പമില്ല. നമ്മളെ പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനൊരു സ്റ്റാറും ഉണ്ടാവും, കണ്ടീഷൻസ് അപ്ലൈ. ആ കണ്ടീഷൻസിൽ ഈ പറയുന്ന കാര്യമുണ്ട്. ഇത് തുടക്കത്തിൽ അത്ര തന്നെയാണ് വില, പക്ഷെ തെറ്റിയാൽ ഇത് കൂടും. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങിക്കാം, അത് വാങ്ങിക്കാമെന്നാണ് പണ്ഡിതന്മാർ. അതായത് ഇപ്പോൾ 1 ലക്ഷത്തിന്റെ ഫോണാണ്, ഗഡുക്കളായിട്ട് 12 മാസത്തിൽ വാങ്ങുമ്പോൾ ഓരോ മാസവും 10,000 വെച്ച് തരണം. 1,20,000 നമുക്ക് മുറിക്കാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം റൊക്കം വാങ്ങുന്ന ആളുടെ പൈസ ആയിരിക്കില്ല ഗഡുക്കളായിട്ട് തരുന്ന ആളുടെ പൈസ. പക്ഷെ അത് തുടക്കത്തിൽ അത് ഫിക്സ് ചെയ്താൽ പിന്നീട് അതിൽ കൂടാൻ പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ സഹോദരങ്ങളെ, ഒരുപാട് പല സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങൾ പലരും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ചിന്തിക്കുന്നില്ല. നമ്മൾ നേരിട്ട് പോയിട്ട് ഒരു മദ്യ കമ്പനിയിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ആരുടെ ഷെയറാണ്? കിങ്ഫിഷറിന്റെ സ്റ്റോക്ക് ആയിരിക്കും. കിങ്ഫിഷർ കൃത്യമായി ബീവറേജ് കമ്പനിയാണ്. അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ പലിശ കമ്പനികളായിരിക്കും, ഇൻഷുറൻസ് കമ്പനികളോ അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ പലിശയുമായി ബന്ധപ്പെട്ട ബാങ്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള നേർക്ക് നേരെയുള്ള സ്റ്റോക്കുകൾ ഹറാമായ രൂപത്തിൽ തന്നെയുള്ള കമ്പനികളുണ്ട്. അപ്പം അത് ചിലപ്പം കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇട്ട 1 മാസം കൊണ്ട് ഇത്ര കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ഏതിലാണ് സ്റ്റോക്ക് ഇടുന്നത്? നമ്മൾ ശരിക്കും അതിന്റെ ഭാഗമാകുകയാണ്. നമ്മൾ അതിന്റെ ഒരു ഭാഗമാകുകയാണ്. അവർക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു പണമാണ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത്. എന്നിട്ട് ആ പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ ലാഭമാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ ഹറാമായ കമ്പനിയുടെ ഷെയറാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. ഇനി ഹലാലായ കമ്പനികളാണെങ്കിൽ തന്നെ ഈ ഷെയറിന്റെ രൂപങ്ങളിൽ പലതും ശ്രദ്ധിച്ചു പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അവരുടെ എല്ലാ ട്രാൻസാക്ഷൻ രീതികളും ഇസ്ലാമികമല്ല. പലതും തെറ്റായ രൂപങ്ങളുള്ളത് ഉണ്ട്. അതൊക്കെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിലാരാണോ ഇടപെടുന്നത് അവർക്കൊരു ബോധ്യം വേണം. ഇത് പതിവില്ലാത്ത, പൊതുവെ ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ്. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ ദീനിയായ വശങ്ങൾ അറിയുന്ന ആളുകളോട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് തന്നെ അറിയാത്ത പല രൂപത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട്. അത് പഠിച്ചിട്ട് മാത്രമേ അത്തരം രംഗങ്ങളിൽ നമ്മൾ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം. സ്വർണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിബന്ധന ദീനുൽ ഇസ്ലാമിലുണ്ട്. പണം കൊടുക്കുന്ന മജ്ലിസിൽ തന്നെ സാധനം കൈപ്പറ്റണം. മാസാമാസം അടച്ചിട്ട് 1 വർഷം കഴിയുമ്പോൾ സ്വർണം കിട്ടുക എന്നുള്ളത് അത് ജായിസ് അല്ല. അതിന് ഓരോ മാസത്തെയും കണക്കനുസരിച്ചിട്ട് അതിൻ്റെതായ ഗ്രാം ഞങ്ങൾ എഴുതി വെക്കും.
സ്വർണത്തിന് വില കൂടും എന്ന് പറഞ്ഞാൽ പോലും അത് അനുവദനീയമല്ല. ചിലർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം അവർ പറയല്ല, നിങ്ങൾക്ക് ആ മാസത്തിൽ എത്രയാണോ സ്വർണം അന്ന് കുറവ് വിലയാണെങ്കിൽ അതിൻ്റെത് ഇന്ന് കൂടുമ്പോൾ അതിൻ്റെത് അങ്ങനെയാണ് നമ്മൾ തരുന്നത്. എന്നിട്ട് മൊത്തത്തിൽ നമ്മൾ കൂട്ടുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ മാസത്തിൽ നിങ്ങൾ അടച്ച പൈസ പ്രകാരം 4 ഗ്രാം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ മാസത്തിൽ നിങ്ങൾ അടച്ച പ്രകാരം 3.95 ഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സ്വർണം അത് കടമില്ല, അത് ഹദീസിൽ നേർക്കുനേരെ വന്ന കാര്യമാണ്. യദംബിയത്ത്, അതാണ് സ്വർണത്തിന്റെ കണ്ടിട്ട്. ഡയറക്റ്റ് നേരെ ഇരിക്കുക, ഇന്ന് പൈസ കൊടുത്താൽ ഇന്ന് തന്നെ ഇപ്പം തന്നെ വാങ്ങിക്കുക, അതാണ് അതിൻ്റെ രീതി. അതുപോലെ തന്നെയാണ് പൈസ അയക്കുന്ന സമയത്തും. ഇപ്പോൾ ഒരാൾ ഗൾഫിൽ നിന്നും ഇന്ന് 1000 റിയാൽ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. അടുത്ത ആഴ്ച നാട്ടിൽ എനിക്ക് അതിന് കണക്കായിട്ട് ഒരു 22,500 23,000 തന്നാൽ മതി, പോരാ. അതിന് ഒരേപോലെ വേണം എന്നില്ല, മറിച്ച് അതേ സമയത്ത് തന്നെ കിട്ടണം. അപ്പം ഇന്ന് ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പണ്ഡിതന്മാർ ഏറ്റവും വേഗത്തിൽ, പരമാവധി വേഗത്തിൽ കിട്ടുന്നത് ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ അതിന് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറയാൻ പാടില്ല. അതായത് 2 വ്യത്യസ്ത രൂപത്തിൽ കടം വാങ്ങുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്ന് നിനക്ക് 1000 റിയാൽ തരും, നീ അടുത്ത മാസം നാട്ടിൽ നിന്ന് ഞാൻ നാട്ടിലെത്തുന്ന സമയത്ത് അങ്ങനെ തന്നാൽ മതി, അത് ശരിയല്ല. അതുമായി ബന്ധപ്പെട്ടൊക്കെ നേർക്കുനേരെ ഹദീസുകൾ വന്ന കാര്യമാണ്. അതുപോലെ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ അതേ ഗ്രാം കിട്ടുകയാണെങ്കിൽ വാങ്ങാം, അതെന്തായാലും കിട്ടൂല, പണിക്കൂലി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറയും. അപ്പോൾ ചെയ്യാനുള്ളത് പഴയ സ്വർണം കൊടുത്തിട്ട് അതിന്റെ പണം വാങ്ങുക, അതിന്റെ പണത്തിനാണ് പുതിയ സ്വർണം വാങ്ങേണ്ടത്. ഇപ്പൊ രണ്ടും ഒരുപോലെ അല്ല, അതിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പോയാൽ മനസ്സിലാക്കാൻ പറ്റും. ചെറിയ കാര്യം നമുക്കായിരിക്കും നഷ്ടം വരിക. അപ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരേണ്ട, ഞങ്ങൾ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അല്ല, സ്വർണം കൊടുത്ത് വേറെ സ്വർണം വാങ്ങണമെങ്കിൽ ഒരേ അളവ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. പഴയത് പുതിയത് എന്നുള്ള വ്യത്യാസമില്ല. 10 ഗ്രാം പഴയ സ്വർണം കൊടുത്താൽ 9 ഗ്രാം പുതിയ സ്വർണം കിട്ടിയാൽ പോരാ, അല്ലെങ്കിൽ 9.5 ഗ്രാം കിട്ടിയാൽ പോരാ, 10 ഗ്രാം തന്നെ സ്വർണം കിട്ടണം. അപ്പം അതിന് ശരിയാക്കാനുള്ള മാർഗം 10 ഗ്രാം സ്വർണം പഴയത് കൊടുത്താൽ അതിന്റെ വില വാങ്ങുക, അത് ഇത്ര രൂപയാണ്. ഇതിനെത്രയാണ് ഇന്ന് സ്വർണം കിട്ടുക പുതിയത്, അത്ര നിങ്ങൾ വാങ്ങുക. ചെറിയൊരു വ്യത്യാസമാണ്, പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നാൽ പലർക്കും അറിവില്ലായ്മ കൊണ്ട് അറിയാത്തതായ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. മുആമലാത്ത് പണ്ഡിതന്മാരത് ചർച്ച ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അറിയാത്തതിന്റെ പ്രശ്നമാണ്, അത് ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്ന റിസ്കിന്റെ വിഷയത്തിൽ ഒരു ഹറാമ് പോലും കലരാതെ ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. والله تعالى أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك الله.